ഇന്ന് നമ്മളെ കൂടെ ഒരു ആർട്ടിസ്റ്റ് ആണ് ബാസിത്ത് ഫ്രം പ്ലാന്റോറ. ബാസിത്ത്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എല്ലാവർക്കും ഉണ്ടാവല്ലോ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആവണം. ആ ഒരു തോട്ടിൻ്റെ മൈൻഡിൽ കുറേ കാലം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആകുമ്പോൾ തന്നെ ചെറുപ്പം മുതലേ ആഗ്രഹങ്ങൾ ഇഷ്ടം ഉണ്ടാവും. പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചോദിക്കാറുമില്ല, നമുക്ക് കിട്ടാറുമില്ല. ടീച്ചേഴ്സും ആയിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, സൊസൈറ്റി ആയിക്കോട്ടെ, എന്ത് ചെയ്യുന്നു, ആർട്ടിലൊരു വാല്യൂ ഇല്ല. ആർട്ടിനോട് എവിടെ എത്തൂല. സോ അന്ന് ഞാൻ ബിൽഡ് ചെയ്തു, ഡ്രീം ചെയ്തു. ഓക്കെ, എൻ്റെ ഡ്രീം ഇതാണ്, ആ പാത്തിൽ ഞാൻ എന്തൊക്കെ കവർ ചെയ്യണ്ടേ. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. അവിടെ എല്ലാവരും ഒരു സംഭവമുണ്ട്, ഫുഡ് കഴിക്കാൻ പോവുക, ലൈക്ക് വേറെ ആക്ടിവിറ്റീസ് പോവുക, പബ്ബ് പോവുക. അതല്ലാണ്ട് നമുക്ക് ഇങ്ങനെയും കുറച്ച് ഹാപ്പിനെസ് ഉണ്ട്. മേ ബി അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ ഹാപ്പിനെസ്സിന് പൈസ നിർബന്ധമാണ്. കറക്റ്റ്. ഡ്രീമിനും ക്യാഷ് നിർബന്ധം. അതെ, എന്തായാലും പാരൻസിനോട് ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണ്. അന്ന് മുതലാണ് എനിക്ക് എന്തെങ്കിലും ആവണം എന്നുള്ളൊരു ത്വര ഉണ്ടല്ലോ മനസ്സിൽ വന്ന് തുടങ്ങി. സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ചെറുപ്പം മുതൽ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നില്ല. മെന്റൽ ഹെൽത്ത്, പ്രാക്ടിക്കലായിട്ട്, പിന്നെ ഹാപ്പിനെസ്, ഈ സാധനം ഇപ്പം ഞാൻ ചൂസ് ചെയ്ത ലൈഫ് സ്റ്റൈൽ എനിക്ക് ചിലപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു, ചെറിയ സ്കൂളിൽ തന്നെ കിട്ടിയിരുന്നെങ്കിൽ, പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ, പ്രാക്ടിക്കലായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കൺഫ്യൂഷൻസിന്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ പൈസ ഉണ്ടാക്കുക, അതാണ് ഹാപ്പിനെസ് എന്നാണ് വിചാരിച്ചിരുന്നത്. അതിലാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, നമ്മൾ സ്വന്തമായിട്ട് ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു പേഴ്സണൽ ബ്രാൻഡിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, നമ്മളെ കൂടെ കൂടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാർക്കറ്റ് അതാണ്. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സും, നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഇന്ന് നമ്മളെ കൂടെ ഒരു ആർട്ടിസ്റ്റാണ്. ഇതിനു മുമ്പും നമ്മളൊരു ആർട്ടിസ്റ്റുമായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു, ആഫിയ വസീം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ പേപ്പർ വെച്ചിട്ട് ക്യാമലിൻ്റെ ഒരു എന്താ പറയുക, ഒരു വേർഷൻ ചെയ്യുന്ന ആളായിരുന്നു. പോഡ്കാസ്റ്റ് അത് ലിങ്ക് കൊടുക്കുന്നുണ്ട്, അവിടെ പോയി നോക്കുക. ഇന്നും നമ്മളെ കൂടെ ഒരു ആർട്ടിസ്റ്റാണ്. എന്താണ് ഈ ആർട്ടിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ആർട്ടിസ്റ്റിനോട് ചോദിക്കാം. ബാസിത്ത് ഫ്രം പ്ലാന്റോറ. ബാസിത്ത്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി എനിക്ക് ലൈക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഞാനൊരു ഈ ഫീൽഡ് മീൻസ് ആർട്ടിസ്റ്റ് ആവുന്നതിന് മുന്നേ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആവണം. ആ ഒരു തോട്ടിൻ്റെ മൈൻഡിൽ കുറേ കാലം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആകുമ്പോൾ തന്നെ ചെറുപ്പം മുതലേ ആഗ്രഹങ്ങൾ ഇഷ്ടം ഉണ്ടാവും. പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചോദിക്കാറുമില്ല, നമുക്ക് കിട്ടാറുമില്ല. സോ ആ ആഗ്രഹം വെച്ച് എനിക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. സോ ആ ഒരു കൊറോണ സമയത്ത് എല്ലാവരും സ്റ്റക്കായ സമയത്താണ് ഞാൻ പ്ലാന്റ് ഓറ എന്ന് പറയുന്ന ഒരു ജസ്റ്റ് ഒരു ബ്രാൻഡ് പോലെയല്ല തുടങ്ങിയ ഒരു പ്ലാന്റോറ എന്നുള്ള പേരും വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് പ്ലാന്റോറ എന്ന പേരിട്ട് ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴാണ് കുറച്ച് എന്തെങ്കിലും വീട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ട് കുറച്ച് പ്ലാന്റ്സ്, അതും ഞാൻ നെയ്ബർഹുഡിലായിട്ട് കളക്ട് ചെയ്തിട്ട് അതിനെ സെല്ലിംഗ് ആയിട്ട് ചെയ്തു തുടങ്ങി. അന്നൊരു ട്രെൻഡിങ് ഉണ്ടായിരുന്നു, കൊറോണ സമയം കൂടിയായിരുന്നു. അപ്പോൾ പ്ലാന്റ്സ് എല്ലാവർക്കും ഭയങ്കര ക്രേവിംഗ് ഉള്ള, ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിരുന്ന കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെല് ചെയ്തു. ഓൺലൈൻ ത്രൂ ആണ് സെല് ചെയ്തിട്ടുള്ളത്. ഓൺലൈൻ ത്രൂ എന്ന് പറയുമ്പോൾ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും തന്നെയാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അത് മാത്രമല്ല, വൺ സൈഡിൽ ഞാൻ ഒരു പ്ലാന്റ് എങ്ങനെ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, എനിക്ക് തിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ അതിന്റെ ഒരു എക്സാമ്പിളും കൂടിയാണ് ഒരു സ്റ്റുഡിയോ. അപ്പോൾ അതെങ്ങനെയാണ് ഇന്ന് ഞാൻ കാണിക്കും ചെയ്യും. എന്നാൽ ബിസിനസ് രീതിയിലല്ലാണ്ട് ഞാൻ അതിനെ മാർക്കറ്റ് ചെയ്തു. ആ ഒരു തിങ് അറേഞ്ച് ചെയ്തിട്ട് പ്ലാന്റ്സിന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടിക്കാനുള്ള സംഭവങ്ങളാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ പ്ലാന്റ് സെല് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഐ തോട്ട് എന്റെ പാഷനാണ് ആർട്ടും കൂടി. അപ്പോൾ രണ്ടും കൂടി മേർജ് ചെയ്തിട്ടാണ് പ്ലാന്റ് ഓറ എന്നുള്ള ഈ ബ്രാൻഡ് പിന്നീട് ഞാൻ 3 വർഷത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നാ കുറച്ച് ബാക്കോട്ട് പോട്ടെ. ബാസിത്തിന്റെ കഥ ശരിക്കും ബാസിത്തിന്റെ ഓർമ്മ വെച്ചിട്ട് ബാസിത്തിന്റെ കഥ എവിടുന്നാ തുടങ്ങണേ?
മേ ബി സ്കൂൾ ടൈം. യാ ആ സമയത്ത് എന്താ നടന്നതെന്ന് പറഞ്ഞുതരുമോ? സ്കൂൾ ടൈമിൽ എനിക്ക് ആർട്ട് ഭയങ്കര പറഞ്ഞ പോലെ തന്നെ ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അന്നൊക്കെ കലോത്സവത്തിന് മാത്രമേ അവർ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ ഒരു സ്റ്റീരിയോ ടൈപ്പ് സംഭവം എന്ന് വെച്ചാൽ ടീച്ചേഴ്സും ആയിക്കോട്ടെ, പാരന്റ്സ് ആയിക്കോട്ടെ, സൊസൈറ്റി ആയിക്കോട്ടെ, എന്ത് ചെയ്യുന്നു, ആർട്ടിലൊരു വാല്യൂ ഇല്ല. ആർട്ടിനോട് എവിടെ എത്താനാ, എവിടെ എത്തൂല. അങ്ങനെ ഒരു സംഭവം നമ്മള് ഉണ്ടായിരുന്നു. അതിന്റെ എക്സാമ്പിളും കൂടിയായിരുന്നു എന്റെ ഫാമിലി പണ്ട്. അപ്പൊ ഇവരെയൊക്കെ ഞാൻ വെട്ടി മാറ്റി എനിക്ക് ആർട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം വെച്ചിട്ട് ഞാൻ തുടങ്ങിയ ഒരു സംഭവം കൂടിയായിരുന്നു. അന്ന് എന്റെ ഡ്രീം അതായിരുന്നു. അപ്പോൾ എനിക്ക് കൊറോണ ചാൻസ് വന്നപ്പോൾ ഞാൻ രണ്ടും കൂടി മേർജ് ചെയ്ത്. എനിക്ക് അതിന് കുറച്ച് ഫണ്ട് വേണം. അപ്പൊ അങ്ങനെയാണ് പ്ലാന്റ് ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതും ആർട്ടും കൂടി ഇപ്പൊ മേർജ് ചെയ്തിട്ട് ഞാൻ എന്റെ ഡ്രീം ഇങ്ങനെ ഓരോന്നായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഏകദേശം ഒരു 5 വർഷമായി. ഇനി ഭയങ്കര ഫാസ്റ്റ് ഒന്നല്ലെങ്കിലും ഞാൻ ഇതിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രസ്സിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരുന്നു ബാസ്റ്റ് സ്കൂൾ ടൈമിൽ എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആർട്ടിൽ തന്നെയായിരുന്നു ഫുൾ ടൈം ചെലവഴിച്ചത്? എങ്ങനെയായിരുന്നു? സ്കൂൾ ടൈമിൽ ഞാൻ എന്റെ പോക്കറ്റ് മണിക്ക് ഞാൻ വരച്ചു കൊടുത്തും, അതുപോലെ പണ്ട് നമ്മൾ +1 +2 സയൻസ് സ്റ്റുഡൻസിനൊക്കെ റെക്കോർഡൊക്കെ ഉണ്ടാവുമല്ലോ, റെക്കോർഡ് ബുക്ക് അതിന്റെ ഒരു 10-15 സ്റ്റുഡൻസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സ്വന്തമായിട്ട് കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള ഒരു തോര ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പോൾ ഈ ഒരു പഠന കാലഘട്ടം കഴിഞ്ഞു, ബേസിക് എഡ്യൂക്കേഷൻ കിട്ടി എന്നൊക്കെ തോന്നിയപ്പോൾ മാത്രമാണ് പിന്നീട് ഞാൻ ഇത് ഫുൾ ടൈം ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഫുൾ ടൈം. അപ്പോൾ റെക്കോർഡ് ബുക്ക് വരച്ചു കൊടുത്തിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കി. അന്ന് എത്ര പൈസ ഉണ്ടാക്കിയോ? ചില്ലറ. നമുക്ക് അധികം നമ്മളെ ഫ്രണ്ട്സ് ആണല്ലോ, ഞാൻ ഒന്നും ചോദിക്കാറില്ല. പൈസ അതിന് മേലോട്ട് കിട്ടും എന്തായാലും. ഇല്ല, ഇടക്ക് ട്രീറ്റ് ചെയ്യാൻ ബിരിയാണി എന്തെങ്കിലും വാങ്ങി തരും. അത് ശരി, നൈസ്. അപ്പൊ അവിടുന്ന് വരച്ചു തുടങ്ങി. കൊറോണ വന്നപ്പം ബാസ്റ്റ് എന്തായിരുന്നു ചെയ്യുന്നത്? ഡിഗ്രി ആയിരുന്നോ, സ്കൂളിലായിരുന്നോ? ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. എവിടെ? ഞാൻ ജാമ്യയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്, ജാമ്യ മില്ലിയ ഇസ്ലാമിയ ഡൽഹിയില്. അപ്പൊ ഡൽഹിയിലായിരുന്നു? ഡൽഹിയിലായിരുന്നു. അതിന്റെ ഒരു ബ്രേക്ക് വന്ന് കൊറോണ സമയത്ത് നാട്ടിൽ വന്നപ്പോ എനിക്ക് ക്ലാസ്സും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഫ്രണ്ട്സും ഉണ്ട്, പക്ഷെ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, പുറത്തിറങ്ങാനും പറ്റുന്നില്ല. അവിടെ ഞാൻ ചിന്തിച്ചു തുടങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം ഇറ്റ്സ് ടൈം, വെറുതെ ഇരിക്കണ്ട. കാരണം എനിക്ക് വെറുതെ ഇരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ആർട്ട് വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവോൾവ് ആകാൻ താല്പര്യമുള്ള ഒരാൾ. സോ അന്ന് ഞാൻ ബിൽഡ് ചെയ്തു, ഡ്രീം ചെയ്തു. എന്റെ ഡ്രീം ഇതാണ്, ആ പാത്തിൽ ഞാൻ എന്തൊക്കെ കവർ ചെയ്യണ്ടേ. നമുക്കൊരു വിഷൻ ബോർഡ് ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ ഇപ്പൊ ആരും ചെയ്യാത്തൊരു കാര്യം അത്. എന്താണ് എന്റെ ഹാപ്പിനെസ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തു. എന്നിട്ട് ആ ഹാപ്പിനെസ്സിൽ എന്റെ നെഗറ്റീവ്സ് എന്താ അത് തിരിച്ചറിയാൻ ഞാൻ സോളോ ട്രിപ്പ് ചെയ്തു. ഞാൻ കുറെ പോയിട്ടുണ്ട്. ഞാൻ ഡൽഹി പഠിച്ചുകൊണ്ട് തന്നെ അത് ക്യാപിറ്റലാ, എനിക്ക് പെട്ടെന്ന് എല്ലായിടത്തും ആക്സസ് ഉണ്ടായിരുന്നു. കാരണം എന്റെ ഫ്രണ്ട്സ് അറിയുന്നത് ഫുൾ നോർത്ത് കമ്മ്യൂണിറ്റി പെടുന്നവരാ. പക്ഷെ അവരുടെ ട്രാവൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡിഫറെന്റാ. നമ്മളെ മലയാളികൾ പോകുന്നതും അവര് പോകുന്നതും എന്തായാലും ഡിഫറെന്റ് ആണ്. എന്താ ഡിഫറൻസ് പറഞ്ഞാൽ അവരുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോവാ, 3 സ്റ്റാർ ഹോട്ടലിൽ പോവാ, ചില്ല് ചെയ്യുക, ഡാൻസ് കളിക്കുക, പബ് പോവുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, തിരിച്ചു വരിക. അതാണ് അവരുടെ ഹാപ്പിനെസ്. ഞാൻ പോകുന്നത് വെച്ചാൽ അവിടുത്തെ പ്ലേസ് എൻജോയ് ചെയ്യുക, അവിടുത്തെ ഒരു ഓറയുടെ ഒരു പോസിറ്റീവ് എനർജി ആവാഹിക്കുക, ആ ഒരു സംഭവത്തിനെ പോകുന്നത്. പക്ഷെ എനിക്ക് മേർജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ചെയ്തിരുന്ന സോളോങ്കിൽ സോളോ അങ്ങനെ പോയി തുടങ്ങിയതാ. അപ്പൊ ബേസിക്കലി ഒരു ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയാൻ പറ്റുമോ? കൈൻഡ് ഓഫ് ഏതെങ്കിലും ഒക്കെ വണ്ടി കയറി പോകും. അങ്ങനെ ഇന്ത്യ മൊത്തം പോയിട്ടുണ്ട്? ഇന്ത്യ ഓൾമോസ്റ്റ് ഒക്കെ പോയിട്ടുണ്ട്. അതിലൊരു മറക്കാൻ പറ്റാത്ത എന്തൊക്കെ അനുഭവം ഉണ്ടോ? മറക്കാൻ പറ്റാത്ത പറഞ്ഞാൽ കുറെ അനുഭവങ്ങളുണ്ട്. ഞാനൊന്നും തലയിൽ വെക്കാറില്ല, അതാണ് പ്രശ്നം. കൊറേ ഉണ്ടായതുകൊണ്ട് പറയാൻ കിട്ടൂല, പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കിട്ടൂല. പ്രസന്റ് മൊമെന്റിൽ ഇങ്ങനെ പോവും. അത് ഞാൻ എന്റെ ഇതിലോട്ട് എടുക്കാറില്ല. കാരണം എടുക്കുന്നതോറും നമുക്കത് എനർജി വേസ്റ്റ് ചെയ്യും. കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ പിന്നെ നാട്ടിൽ തിരിച്ചു വന്നു. കൊറോണ സമയമാണ്. കൊറോണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ എന്താണ് ആ ഫസ്റ്റ്, പിന്നെ എങ്ങനെയാണ് ആ ഫസ്റ്റ് ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത്? ഒരു ഫസ്റ്റ് സെയിൽ ചെയ്യല്ലോ, അത് എങ്ങനെയാ, അത് റീകോൾ ചെയ്യാൻ പറ്റുമോ? അത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു വെച്ചാല്, ഞാൻ പറയാം, വിഷ് ലിസ്റ്റ് ഉണ്ടാക്കി. ഞാൻ ആക്ച്വലി ബിസിനസ് ചെയ്യണം, കുറച്ച് പൈസ ഉണ്ടാക്കണം, ലൈഫ് സ്റ്റൈൽ മാറ്റണം എന്നുള്ള ചിന്താഗതിയിലല്ല തുടങ്ങി. എനിക്ക് കുറച്ച് ഹാപ്പിനെസ് എന്താണ് ഞാൻ കണ്ടെത്തിയിട്ടില്ലായിരുന്നു ആ ഒരു സമയത്ത്. ആർട്ട് അറിയാം, കുറച്ച് സ്കില്ലുകൾ അറിയാം. ആ സ്കിൽ ത്രൂ എന്റെ ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും വേണ്ടി ആ സ്കില്ല് ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തു. എല്ലാം ചെയ്തു വെച്ചിട്ട് അത് ചെയ്തു നോക്കി.
അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ഒരു ഫീൽഡ് ഏതാണ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ മൊത്തം ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ പ്ലാന്റുകൾ വെക്കണതല്ല ഓർഗനൈസ് ചെയ്യാനായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സമയത്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞ കുറെ സ്കില്ല് ഞാൻ പഠിച്ചു. ആ ലിസ്റ്റുകളിൽ കുറച്ചെന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? എന്തൊക്കെയാണ് ഇതൊക്കെ അതിൽപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ്. അല്ല, അന്ന് എഴുതിയ ലിസ്റ്റുകളിൽ ഒരു 5 എണ്ണം നിങ്ങൾക്ക് ഇപ്പം റീകോൾ ചെയ്യാൻ പറ്റുമോ? 5 എണ്ണം. എനിക്ക് ഹോഴ്സ് റൈഡിങ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. എല്ലാം പഠിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് എനിക്ക് ലൈക്ക് ഒരു ഫാം ഹൗസ് ഉണ്ടാക്കിയിട്ട് ആ ഫാം ഹൗസിൽ എൻ്റെ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതും എനിക്ക് ഞാൻ ഇതുപോലെ ട്രാവൽ ചെയ്തപ്പം അതിലൊരു ഹാപ്പിനെസ് എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ആർട്ട് ചെയ്യുമ്പോൾ, അത് മൾട്ടിപ്പിൾ ആർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഹാപ്പിനെസ് അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ടെറേറിയം മേക്കിംഗ്. ടെറേറിയം എന്നാല് വി ക്രിയേറ്റ് മിനി എക്കോസിസ്റ്റം ഇൻസൈഡ് ഗ്ലാസ്. അപ്പൊ ഒരു ലോകം തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് ജാറിന്റെ ഉള്ളിൽ. അപ്പൊ അതിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ഈ ഹാപ്പിനെസ് എനിക്ക് കിട്ടി തുടങ്ങുകയും ചെയ്ത് ഇത് ഞാൻ മെല്ലെ ബിസിനസ്സിലോട്ട് കൺവേർട്ട് ആക്കാൻ തുടങ്ങി. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് ഇപ്പത്തെ പിള്ളേർക്ക് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ എല്ലാവരും ഒരു സംഭവമുണ്ട്, ഫുഡ് കഴിക്കാൻ പോവുക, ലൈക്ക് വേറെ ആക്ടിവിറ്റീസ് പോവുക, പബ് പോവുക, അതല്ലാണ്ട് നമുക്ക് ഇങ്ങനെയും കുറച്ച് ഹാപ്പിനെസ് ഉണ്ട്. അത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റണം. പക്ഷെ ആ സമയത്ത് എങ്ങനെയാണ് ബാസിത്തിന് ആ ഒരു തോട്ട്, മീൻസ് ഇപ്പൊ ഞാൻ എന്നെ കമ്പയർ ചെയ്യുന്നത്, ബാസിത്തിന്റെ ഒരു വയസ്സിലൊക്കെ എന്തൊക്കെ പണിയെടുക്കണം, എന്തൊക്കെ പൈസ ഉണ്ടാക്കണം, അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എങ്ങനെയായിരിക്കും എത്തിയേ? ആ തോട്ട് പ്രോസസ്സിൽ എത്താൻ കാരണം അത് വളരെ ഏർലി ഇൻ ലൈഫാണ് ബാസ്. പിന്നെ ഫോർ എക്സാമ്പിൾ യു ഫിഗേർഡ് ഔട്ട് ഇക്കിഗൈ മച്ച് ഏർലി. ഇക്കിഗൈന്റെ ബുക്ക് ഞാൻ അപ്പുറത്ത് കണ്ട്. അപ്പൊ ഇക്കിഗൈ ഒന്ന് വായിച്ചിരുന്നു? വായിച്ചിട്ടില്ല. പക്ഷെ ഇക്കിഗൈ ആണ് എത്തിപ്പെട്ടത്. ഞാൻ ഇക്കിഗൈയിലാണ് ഇപ്പോൾ ഉള്ളത്. അതെങ്ങനെയായിരിക്കും ആ ഒരു ഇതിന്റെ അകത്തേക്ക് എത്തിയത് ആ സമയത്ത്? ഞാൻ പറയുന്നത് ഇറ്റ് വാസ് 5 years back, 6 years back. 6 years back you were maybe 20 ആവുന്നേ early 20s. അത് മെയിൻ റീസൺസ് എന്ന് പറയുന്നത്, ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ചെറുപ്പം മുതൽ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പോ നമ്മുടെ ആ ഒരു സാഹചര്യം വെച്ചിട്ട് അവരോട് ചോദിക്കാൻ മടി എനിക്ക്, പാരന്റ്സിനോട് എനിക്കിത് വേണം അത് വേണം, ബുദ്ധിമുട്ടാവുന്ന വെച്ചിട്ട് ഞാൻ തന്നെ അത് സപ്രസ് ചെയ്തു. എന്റെ ഉള്ളിൽ തന്നെ ആഗ്രഹങ്ങളും എന്റെ ഇഷ്ടങ്ങളൊക്കെ ചോദിക്കാൻ മടിച്ചിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് മേ ബി അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ ഹാപ്പിനെസ്സിന് പൈസ നിർബന്ധമാണ്. ഡ്രീമിനും ക്യാഷ് നിർബന്ധം. എന്തായാലും പാരന്റ്സിനോട് ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടിയാണ്. അന്ന് മുതലാണ് എനിക്ക് എന്തെങ്കിലും ആവണം എന്നുള്ളൊരു ത്വര ഉണ്ടല്ലോ മനസ്സിൽ വന്ന് തുടങ്ങി. അങ്ങനെ ആഗ്രഹിച്ച് എനിക്ക് എൻ്റയർലി നമ്മൾ നോർമൽ സ്റ്റക്ക് ആയ സമയമാണ് കൊറോണ സമയം. അന്ന് എല്ലാരും ചിന്തിച്ചു കൂട്ടുന്ന സമയമാണ്. കറക്റ്റ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആഷിഖുമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ആഷിഖ് പറയായിരുന്നു, പിന്നെ വീട്ടിൽ ഒരു പണിയില്ലാണ്ടിരുന്നപ്പോഴാണ് വീടെല്ലാരും നന്നാക്കാൻ തുടങ്ങിയത്. അപ്പൊ ആർക്കിടെക്ട്സിന് പണിയായി, അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനേഴ്സിന് പണിയായി. അപ്പൊ അതേപോലെ നിങ്ങള് കോവിഡിന്റെ സമയത്ത് നിങ്ങൾ ശരിക്കും ഇരുന്നപ്പോഴാണ് ആലോചിക്കാൻ സമയം കിട്ടി, പണിയെടുക്കണ്ടല്ലോ. അന്ന് ആലോചിച്ചു എനിക്ക് ഇവിടെ തുടങ്ങണം. അന്ന് പിറ്റേ ദിവസം തന്നെ ഇതിന് വേണ്ടിയുള്ള സംഭവങ്ങൾ. അപ്പൊ അതിലേക്ക് കുറെ, ഞാൻ പറഞ്ഞ ബിസിനസ് ഫാമിലി അല്ല, അതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എനിക്ക് കണക്ഷൻസ് ഇല്ല, സീറോന്ന് തുടങ്ങുന്ന ഒരാളാണ്. അപ്പൊ അത് എനിക്ക് തോന്നി എന്തായാലും ടൈം എടുക്കുന്ന ഒരു സാധനമാണിത്. നമ്മതിന്റെ ബേസ് ഇല്ല എനിക്ക്. ഞാൻ MBA അല്ലേ പഠിച്ചത്, ഏറ്റവും റിലേറ്റ് ചെയ്യുന്ന ഒന്നുമില്ല. അതുപോലെ എന്റെ ബ്രെയിൻ ക്രിയേറ്റീവ് സൈഡിലാണ് ഒന്നുകൂടെ ഫോക്കസ് ആവുന്നത്, ബിസിനസ് സൈഡിലാണ് വീക്ക് ആണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ പിന്നെ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി, എങ്ങനെയാണ് ഇത് എങ്ങനെ ഗ്രോ ചെയ്യാം, ഇതിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യാം, അതിന്റെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് കൂടുതൽ പഠിക്കാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അന്ന് സോഷ്യൽ മീഡിയ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ ബുക്സും വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് വളരെ നല്ല ശീലം. ബുക്സ് വായിക്കുന്ന ശീലം എങ്ങനെയാ വന്നത്? ബുക്ക് വായിക്കുന്ന പറഞ്ഞാല് എനിക്ക് 32-ാം വയസ്സിലാട്ടോ ഒന്നല്ലേ. ഞാൻ അധികം ഫാന്റസി റിലേറ്റഡ് ആയിട്ടാണ്. ഇപ്പൊ ഫിലിം കാണാണെങ്കിലും എനിക്കൊരു ഫാന്റസി വേൾഡിൽ ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഫാന്റസി സൂപ്പർമാൻ, സ്പൈഡർമാൻ, ഫാന്റസീസ് അല്ല. ഇപ്പൊ പണ്ട് ഏദൻ തോട്ടം, ആ കൈൻഡ് ഓഫ് ഗ്രാമീണം. ഇപ്പൊ ജാപ്പനീസ്, ഇപ്പൊ ഇക്കിഗായി പോലെ തന്നെ ഒരു അഗ്രികൾച്ചർ നമ്മൾ ചെയ്യുന്നു, അതിൽ ഹാർവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഹെൽത്തും വെൽത്തും ആ ഒരു രീതിക്ക് എനിക്കിങ്ങനെ ആ ഒരു ഫാന്റസി വേൾഡിൽ കൃഷിയൊക്കെ ചെയ്ത് ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഫാമിങ്, ആ ഒരു കൾച്ചർ, പണ്ടത്തെ കൾച്ചർ, ആ കൾച്ചർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതാണ് എന്റെ വേൾഡ്. ഇപ്പൊ ഈറ്റ് പ്രേ ലവ് കുറെ ഫിലിംസ് ഉണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള. അപ്പൊ ബാലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലേസാ. ബാലി ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട്. ജപ്പാൻ ഭയങ്കര ഇതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് ഞാൻ പിന്നെ തിരിച്ചറിഞ്ഞു. അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് ഞാൻ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് അങ്ങനത്തെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇന്ത്യയിലുണ്ട്. ആ ഒരു പിന്നെ കുറെ കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഇങ്ങനെ. എനിക്കിപ്പോൾ എടുത്തു പറയാനുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഉറുവി കമ്മ്യൂണിറ്റി, വട്ടവടയിലുള്ള.
അപ്പോൾ ഇങ്ങനത്തെ ഉറുവി ആ. ബെസ്റ്റ് കമ്മ്യൂണിറ്റി. I see. അങ്ങനത്തെ കുറെ കമ്മ്യൂണിറ്റീസ് ഞാൻ പരിചയപ്പെട്ടു, കുറെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ ഇതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പൊ അതാണ് എന്റെ ലൈഫ് സ്റ്റൈൽ എന്ന് മനസ്സിലാക്കി ഞാൻ. ഓക്കെ, അപ്പൊ ബാസ്ക് ബേസിക്കലി ഒരു സ്ലോ ലൈഫ് ഇഷ്ടമുള്ള ആളാ പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ, ഭയങ്കരമായിട്ട് സ്ലോ സ്ലോനെസ് ഹിമാലയാസ് നെറ്റ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഉണ്ട്. സ്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, ഫ്രീ ആകുമ്പോൾ നോക്കിയാൽ മതി. ഓക്കെ, കമ്മിങ് ബാക്ക് ടു യുവർ സ്റ്റോറി. അപ്പോൾ ഓക്കെ, എനിക്ക് ഇങ്ങനെ പ്ലാന്റ് പിന്നെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാല് ഫണ്ടില്ല. ഫണ്ടില്ല, 5ന്റെ പൈസ അല്ല കയ്യില്. ആകെ ഉള്ളത് വാട്സപ്പ്, ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അത് പേഴ്സണൽ അക്കൗണ്ട്, ഇത് രണ്ടും ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഇൻസ്റ്റാ പേജ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് മുതൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. വീഡിയോ എന്ത് വീഡിയോ ഇടല്? കാരണം പ്ലാന്റ് അറേഞ്ച് ചെയ്യുന്ന തന്നെ, പ്ലാന്റിന് നമ്മള് ഇപ്പൊ ഈ എക്കോസിസ്റ്റം അല്ല, നോർമൽ ഒരു പോട്ടിൽ പ്ലാന്റ്, അതിനൊക്കെ ഔട്ട് സൈഡിലാണ് ഇപ്പൊ ട്രെൻഡ്. വീടിന്റെ പുറത്താണ് പ്ലാന്റ് ട്രെൻഡ്. ഞാൻ ആ ട്രെൻഡിന് എന്ത് ചെയ്തു, ഉള്ളിലേക്ക് കൊണ്ടുപോകും. കാരണം എല്ലാരും അന്ന് അകത്താ. കറക്റ്റ്. ഓക്കെ, അപ്പൊ എല്ലാരും അകത്താക്കി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. എന്റെ റൂമും അത്യാവശ്യം ഇൻസ്റ്റയിൽ ഇങ്ങനെ വേറെ അത്യാവശ്യം ലൈറ്റിംഗ് ഒക്കെ ഉള്ള റൂമാ. അപ്പൊ ഞാൻ എന്റെ റൂം അറേഞ്ച് ചെയ്യാൻ തുടങ്ങി, പ്ലാന്റ്സ് വെക്കാൻ തുടങ്ങി. ആ ഒരു ട്രെൻഡിനെ നമ്മൾ എന്ത് ചെയ്തു, കേരളത്തിലോട്ട് കൊണ്ടുവന്നു. വീടിനകത്തും പ്ലാന്റ്സ് വെച്ചിട്ട് നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഞാനൊരു മോർണിംഗ് പേഴ്സണാണ്. എനിക്ക് മോർണിംഗ് എണീക്കുമ്പോൾ അത്രയും പോസിറ്റീവ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ വർക്കിന് തന്നെ ചെയ്യാനുള്ളൊരു കടയുണ്ടാവുള്ളൂ. ശരിയാണ്. ഞാൻ നിൽക്കുന്ന സ്പേസ്, ഞാൻ ഇപ്പൊ എവിടെ ആയാലും, എന്റെ വീടായിക്കോട്ടെ, ഞാൻ കൊച്ചിയിലായിക്കോട്ടെ, ഞാൻ ഇവിടെ ആയിക്കോട്ടെ, ഞാൻ ഓറ ക്രിയേറ്റ് ചെയ്യും. എന്നാ പിന്നെ ഞങ്ങൾ ഇ-കോം ഹൗസ് തുടങ്ങണ്ട, അവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആളുണ്ട്. അതാണ്. ഓക്കെ, അപ്പൊ അത് അറേഞ്ച് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ഇട്ടു. അങ്ങനെ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. അല്ല, ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങി, പിന്നെ യൂട്യൂബിൽ തുടങ്ങി. ഷോർട്സ് തന്നെയാണോ അല്ലെങ്കിൽ വീഡിയോസ്? ഷോർട്സ് ആയിട്ട് തന്നെ. പിന്നെ അന്ന് ഞാൻ യൂട്യൂബില് ചെറിയ ഈ പ്ലാന്റിന്റെ കെയറിങ്ങും, ഏതൊക്കെ പ്ലാന്റ്സ് നമുക്ക് അകത്ത് വെക്കാം, അങ്ങനത്തെ ഇൻഫർമേഷൻ വീഡിയോസും ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ അകത്ത് ബിസിനസ് കിട്ടുന്ന എപ്പോഴാണ്? ബിസിനസ് അത് ആൾക്കാർ പിന്നെ DM ചെയ്യാൻ തുടങ്ങി. ഇത് എവിടെ കിട്ടും? ആൾക്കാർക്ക് ഇതിനെ പറ്റി ബേസ് ഇല്ല. അപ്പൊ എനിക്ക് അതിൽ കുറച്ചുകൂടെ നോളജ് ഉണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഇത് എനിക്ക് ശരിക്കും മേ ബി ഇതിൽ കൂടി ഒരു വരുമാനം കണ്ടെത്താൻ പറ്റുമെന്ന് പിന്നെ തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വീട്ടിലുള്ള കുറച്ച് പ്ലാന്റ്സ് തന്നെ കുറച്ച് അവിടെയും ഇവിടെയും പോട്ടിലാക്കിയിട്ട് അതിനെ സെല് ചെയ്യാൻ തുടങ്ങി. ഓ നൈസ്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണോ യൂട്യൂബിലൂടെയാണോ? ഇൻസ്റ്റാഗ്രാമില്. യൂട്യൂബ് ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം, ഞാൻ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഓർഡർ എടുക്കാൻ തുടങ്ങി, വീട്ടിലെ പ്ലാൻസ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ വീട്ടിലെ പ്ലാൻസ് തീർന്നപ്പോ എനിക്ക് വേറെ സോഴ്സ് ചെയ്യാനില്ലായിരുന്നു. അപ്പൊ ഞാൻ അടുത്തുള്ള നഴ്സറീസിലൊക്കെ കണക്ട് ചെയ്തു. എത്ര ഉറുപ്പ്യൊക്കെയായിരിക്കും തുടങ്ങിയത് നിങ്ങള്, മീൻസ് വിറ്റ് തുടങ്ങിയത്? എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ 1000 rupees ആണ്, എന്തോ ആണ്. 0 എന്നാണ് തുടങ്ങിയത്. അല്ല, നിങ്ങള് ഒരു പ്ലാന്റ് വിൽക്കണ 100, 150, 200 ആ റേഞ്ചിലാണ്. പിന്നെ ഷിപ്പിംഗ് ചാർജ് പറയും. ആ പൈസ തന്നെ, അതിലെ ലാഭം ഞാൻ എന്ത് ചെയ്തു, വേറൊരു സേവിങ് പോലെ വെച്ച് ആ സേവിങ് എടുത്തിട്ട് അടുത്ത പർച്ചേസിങ്ങിന് പോയി. പർച്ചേസ് ചെയ്ത് തുടങ്ങി അടുത്തുള്ള നഴ്സറീസിൽ. കാരണം കൊറോണ സമയമാണ്, അധികം ലോങ് ഒന്നും പോയിട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എനിക്കൊരു ഡൗട്ടില്ല, ഈ പ്ലാന്റ് ഡെലിവറി ചെയ്യാനും ഭയങ്കര ചൊറല്ല പരിപാടിയല്ല, ഇതെങ്ങനെ പാക്ക് ചെയ്യാ? പാക്കിങ് ഞാനിപ്പോ യൂട്യൂബ് നോക്കിയിട്ട് അതിന്റെ പ്രോപ്പർ പാക്കിംഗ് പഠിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് പിന്നെ അധികം ലോങ് ഒന്നും ഞാൻ വിടാറില്ല. ഒന്നുകിൽ കേരള, തമിഴ്നാട്, ഈ കർണാടക ഏരിയയിലാണ് അധികം. എത്ര ദിവസം കൊണ്ട് എത്തുന്ന? കേരളത്തിലാണ് നമുക്ക് 2 ഡേയ്സിനോട് മാക്സിമം കിട്ടും. നിങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴിയായിരുന്നു വിട്ടത്? അല്ല, നമ്മൾ DTDC, പോസ്റ്റ് ഓഫീസ്, അങ്ങനത്തെ കുറെ സർവീസ്, ഡെലിവറി, എല്ലാ സർവീസും ഓൾമോസ്റ്റ് എല്ലാ സർവീസും. ഓക്കെ, അപ്പൊ പർച്ചേസ് എടുത്തു. അങ്ങനെ പിന്നെ വീട്ടിലൊരു സ്റ്റോർ ചെയ്യാൻ സ്പേസ്, അങ്ങനെ അത്രയും മാർക്കറ്റ് കൂടുന്ന സമയം സ്റ്റോറിംഗ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോളി ഹൗസ്, ഞാൻ ആ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ചെറിയ എമൗണ്ട് എടുത്തിട്ട് പോളി ഹൗസ് ക്രിയേറ്റ് ചെയ്തു. എന്താ പോളി ഹൗസ്? പ്ലാന്റ്സ് വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറിംഗ് റൂം. പോളി ഹൗസ് നമ്മള് ഗ്രീൻ, ഈ മറ്റേ പ്ലാസ്റ്റിക് വൈറ്റ് കളർ അതാകുമ്പോ നമുക്ക് വെള്ളത്തിന്റെ പ്രശ്നം അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അതിൽ ഓട്ടോമാറ്റിക് വെള്ളത്തിന്റെ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. എത്ര വലിയ പോളി ഹൗസ് നിങ്ങൾ സെറ്റ് ചെയ്തത്? സ്ക്വയർ ഫീറ്റ് പറയുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് ആണ് 2000-ന്റെ അടുത്ത് വലിയതാ. ഓ, അപ്പൊ വീട്ടില് സ്പേസ് ഉണ്ടായിരുന്നു. വീട്ടിൽ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കിട്ടിയ പൈസനോട് നിങ്ങളൊരു പോളി ഹൗസ് സെറ്റ് ചെയ്തിട്ടു. പിന്നെ ഞാൻ എന്റെ പോളി ഹൗസ് സെറ്റ് എത്ര പൈസ ഉണ്ടാവും? ഏകദേശം ഒരു 6-7 lakhs-ന്റെ അടുത്ത്. ഓ നൈസ്. അപ്പൊ അന്നത്തെ ഒരു സംഭവം വെച്ചാല് സബ്സിഡി ഉണ്ട്, ഗവൺമെന്റ് ത്രൂ നമുക്ക് സബ്സിഡി കിട്ടും. അതിന്റെ പകുതിയാവുകയുള്ളൂ. സബ്സിഡി ഉണ്ട്, മുക്കാലും ഏകദേശം കിട്ടും. അപ്പൊ ബേസിക്കലി നിങ്ങൾക്ക് 2 ലക്ഷത്തിനോട് അത്ര കിട്ടും. പക്ഷെ നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, പിന്നെ ഗവൺമെന്റ് ആ പൈസ തിരിച്ചല്ല. ഓ നൈസ്. ഗവൺമെന്റ് വളരെ നല്ല സാധനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഇതില് ഇങ്ങനെ ക്രേസ് കണ്ടപ്പോ എനിക്ക് എന്റെ ഫാദർ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ രണ്ടും കൂടി ആയപ്പോ എനിക്ക് പോളി ഹൗസ് ഉണ്ടാക്കി. ഞാൻ പ്ലാന്റ്സ് ഓൾ ഓവർ കേരള പോയിട്ട് കളക്ട് ചെയ്തു, റയർ ആയിട്ടുള്ള പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി.
അപ്പൊ അത് നമുക്ക് പ്ലാന്റ് ഇങ്ങനെ എല്ലാവർക്കും കളക്ഷൻ ഭയങ്കര കൂടി തുടങ്ങിയല്ലോ. അപ്പോൾ റയർ പ്ലാന്റ്സിന് കണ്ടെത്തിയിട്ട് ഞാൻ ട്രാവൽ ചെയ്തിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ എൻ്റെ അവിടെ സ്റ്റോർ ചെയ്തിട്ട് അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ലൈക്ക് നമ്മൾ വേറെ പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് സെല് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിന്റെ മാർജിൻ കൂടുന്നത്. അല്ല 6 ലക്ഷം പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നല്ലോ. അപ്പൊ ആ സമയപ്പോഴത്തേക്ക് അത്രയും പിന്നെ സെയിൽസ് വന്നിരുന്നോ? സെയിൽസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ പൈസ ഓക്കെ, നൈസ്. അപ്പൊ പിന്നെ അതിന്റെ ഇപ്പൊ ഏത് കൊല്ലമായിട്ടുണ്ടാവും? 2020 പ്ലാൻസ് സെല് ചെയ്യാൻ തുടങ്ങി. പിന്നെ നിങ്ങൾ പോളി ഹൗസ് ഒക്കെ സെറ്റ് ചെയ്തത് 6 months, within 6 months. കാരണം അത്രയും പെട്ടെന്ന് ഗ്രോ ചെയ്തു. പെട്ടെന്ന് കാരണം എല്ലാരും വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ വീട്ടിനുള്ളിൽ ചെയ്യണം. ഓ നൈസ്. ആഷിക്ക് പറഞ്ഞ കഥയായിട്ട് എനിക്ക് ലിങ്ക് ചെയ്യാൻ പറ്റിയത്. കാരണം എല്ലാരും ഇങ്ങനെ ഇരിക്കുക, ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കും. അവിടെ ഒരു പ്ലാന്റ് വെക്കാം, അവിടെ നമുക്കൊരു ടൈലൊട്ടിക്കാം. നൈസ്. ഓക്കെ, അപ്പൊ 6 മാസം കൊണ്ട് ഞങ്ങൾ പോളി ഹൗസ് സെറ്റ് ചെയ്തു. എന്നിട്ട് അതിന് ശേഷം ഞങ്ങളുടെ സ്റ്റെപ്പ് എന്തായിരുന്നു? അതിനുശേഷം ഇത് ഒന്നുകൂടെ ഇന്ത്യ മൊത്തം വിപുലീകരിക്കാനായിരുന്നു ഞാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നെ ഒരു ട്രെൻഡ് ആയിരുന്നു ആക്ച്വലി ഇത്. അപ്പൊ പോളി ഹൗസ് എനിക്ക് ഭാവിയിൽ ഇൻവെസ്റ്റ്മെന്റാ. കാരണം എനിക്ക് അത് പച്ചക്കറി നടാം. ഞാൻ അത് എനിക്ക് എന്റെ ബിസിനസ്സിനായിട്ട് കൺവേർട്ട് ആക്കിയിട്ടില്ല. എന്റെ വീട്ടിലൊരു പോളി ഹൗസ് എനിക്ക് പണ്ടേ ഡ്രീമാ. നമുക്ക് എല്ലാം മൾട്ടിപ്പിൾ സാധനങ്ങൾ ചെയ്യാം. അപ്പൊ വെറുതെ ആവൂലെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ഇപ്പൊ എനിക്കത് ആവശ്യമില്ലെങ്കിലും എനിക്കത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിൽ തലവേദന ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പ്ലാന്റ് ഒക്കെ സെല് ചെയ്യാൻ തുടങ്ങി ഒരു പീരീഡ് എത്തിയപ്പം ശരിക്കും എന്റെ പാഷൻ ആർട്ടാണല്ലോ. ആർട്ടും എന്റെ ഈ പ്ലാന്റ്സും കൂടി ഞാൻ മേർജ് ചെയ്തു. അതാണ് പിന്നെ പ്ലാന്റ് ഓറ എന്നുള്ള ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അന്നേ പ്ലാന്റ് ഓറ എന്നായിരുന്നു നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര്? അന്ന് ഞാൻ പ്ലാന്റ് സെല് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ എന്നാ ഒരു പ്ലാന്റ് ഓറ, പിന്നെ എനിക്കതും ചേഞ്ച് ഓറ ക്രിയേറ്റ് ചെയ്തു. ഒരു കുറച്ച് ആൾക്കാരെ അറിയപ്പെട്ടു പ്ലാന്റ് ഓറ എന്നുള്ളൊരു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതന്നെയാണ് എന്റെ എന്താ പറയാ ടാഗ് ലൈൻ. ഇനി അതും ചേഞ്ച് ചെയ്യണ്ട, ഇതന്നെ ആക്കാൻ കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഇതിൽ ഒരുപാട് മൾട്ടി ബിസിനസ് ചെറിയ ചെറിയ രീതിയിൽ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ഓറ സെറ്റ് ചെയ്തു. നിങ്ങൾക്ക് DM വരുമ്പോൾ നിങ്ങൾ DM റിപ്ലൈ ചെയ്യുന്നു, സാധനം അയച്ചു കൊടുക്കുന്നു. ഇതായിരുന്നു നിങ്ങളെ പ്രോസസ്സ്. ഇപ്പോഴും ഏകദേശം പ്രോസസ്സ് അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2020 തന്നെ പോളി ഹൗസ് സെറ്റ് ചെയ്തു. പോളി ഹൗസ് സെറ്റ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾ ആർട്ടും, കാരണം ഇത് പിന്നെ സാധാരണ പ്ലാന്റ് വെക്കുന്ന ഒരു കച്ചവടം, ഒരു നഴ്സറി. അതെങ്ങനെയാണ് നിങ്ങൾ ആർട്ടും പ്ലാന്റ്? കാരണം ഇക്കിഗയിൽ പറഞ്ഞ പോലെ തന്നെ വാട്ട് യു ലവ് ടു ഡു, വാട്ട് യു ആർ ഗുഡ് അറ്റ് ആൻഡ് വാട്ട് പീപ്പിൾ വാണ്ട് ആൻഡ് റെഡി ടു പേ, ഇതിന്റെ ഇന്റർസെക്ഷൻ കണ്ടുപിടിച്ചതാണല്ലോ. അപ്പൊ ആർട്ട് എങ്ങനെയാണ് ഇതിലേക്ക് മെർജ് ചെയ്യുന്നത്? ആർട്ട് പറഞ്ഞാല് എനിക്ക് സമാധാനമായിട്ട് ഇരിക്കണമെങ്കിൽ ആർട്ട് ചെയ്താലേ ആ ഒരു തെറാപ്യൂട്ടിക് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാറുള്ളൂ. കാരണം ഞാൻ പറയുന്നത് ഫാന്റസി വേൾഡ് ഇഷ്ടപ്പെടുന്ന ഒരാളായത് തന്നെ ഞാൻ ആർട്ട് ചെയ്യുമ്പോഴാണ് അധികം അതിലോട്ട് പോകുന്നത്. കാരണം എനിക്ക് ഈ ഒരു സറൗണ്ടിങ്സ് ഒന്നും അല്ല, ഞാൻ അതിൽ ഇൻവോൾവ് ആയിരിക്കും. അതാണ് എന്റെ ഹാപ്പിനെസ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഹാപ്പിനെസ് ആയിരിക്കും. ആ ഹാപ്പിനെസ് ത്രൂവും നമുക്ക് എന്ത് ചെയ്യാം, മണി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന വർക്ക്സ് അതുപോലെ തന്നെ ഇപ്പൊ പ്ലാന്റ് അറേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ആർട്ടും കൂടി ചെയ്യുന്നതും കൂടി ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് അതും കൂടി വേണമെന്ന് വരും. ആ ആർട്ടിൽ നിങ്ങൾ എന്താ ചെയ്തു തുടങ്ങിയത്? ഞാൻ ഫസ്റ്റ് റെസിൻ ആർട്ട്, അക്രിലിക് പെയിന്റിങ്സ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് റെസിനാണ്. റെസിനിൽ നമ്മള് ജസ്റ്റ് ഒരു ലോട്ടസ് പോണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ആൾക്കാർക്ക് വേണ്ടത്. കാരണം പുറത്തുനിന്നുള്ളവരാണ് അധികം ഓർഡർ ചെയ്യുന്നത്, UK. കാരണം അവർക്ക് ഒരു കേരള ടച്ചിലുള്ള എന്തെങ്കിലും ആർട്ട് പീസ് അവർ വീട്ടിൽ വെക്കണം ഭയങ്കര ആഗ്രഹം. അപ്പൊ അങ്ങോട്ടേക്ക് ഷിപ്പ് ചെയ്യോ? ഷിപ്പ് ചെയ്യും, ഇന്റർനാഷണൽ ഷിപ്പ്. അടിപൊളി. അപ്പൊ അങ്ങനെ ആർട്ടും കൂടി ഞാൻ എന്ത് ചെയ്യും, ഇൻവോൾവ് ആക്കിയിട്ട് ഞാൻ മേർജ് ചെയ്തു. അപ്പൊ അതിലും ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി, എനിക്ക് ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്റെ വർക്ക്സ് എന്ന് മനസ്സിലായി, അവർക്ക് വേണമെന്ന് മനസ്സിലായപ്പോ ഞാൻ രണ്ടും കൂടി മേർജ് ചെയ്തതാണ് സംഭവം. അപ്പൊ എന്റെ ഹാപ്പിനെസ് കൊണ്ട് പൈസ കിട്ടും, എല്ലാം ഉണ്ട്. അതായത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ, ആൾക്കാർ ഇതിന് പൈസ തരാൻ തയ്യാറാണ്. ദിസ് ഇസ് ദ പെർഫെക്റ്റ് പൊസിഷൻ ടു ബി. ഇല്ല, ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന പോലെ ഇത് എനിക്കിഷ്ടമാണ് ആൾക്കാരെ പഠിപ്പിക്കാൻ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അതിന് കാശ് തരുന്നു. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഓക്കെ, അപ്പൊ പിന്നെ അത് പിന്നെ ഈ പോട്ടിൽ അറേഞ്ച് ചെയ്യുന്ന ഇത് നിങ്ങളൊരു മാസ്റ്റർ പീസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെപ്പോഴാണ് ആ ഒരു ഇതിന്റെ അകത്തേക്ക് നിങ്ങൾ പ്ലാൻസ് വെക്കുന്നുണ്ട്, ആർട്ട് നിങ്ങളെ പിന്നെ അക്രിലിക് പെയിന്റിങ്സ് അല്ലെങ്കിൽ റെസിൻ പെയിന്റിങ്സ് വെക്കുന്നുണ്ട്. ഈ അടുത്തൊരു സ്റ്റെപ്പ് എപ്പോഴാണ്? അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനിക്ക് ടീച്ചിങ്ങും കൂടി ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെ പോക്ക് നമുക്ക് അറിയാലോ, ലൈക്ക് സോഷ്യൽ മീഡിയയിൽ അത്രയും ഇൻവോൾവ് ആയി നിൽക്കുന്ന എന്റെ ഒരു ഇക്കിഗായി ലൈഫ് സ്റ്റൈലിൽ ആർക്കും അറിയില്ല. നിങ്ങൾ വളരെ ഏർലി അത് ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ ലോട്ട് ഓഫ് പീപ്പിൾ ചിലർ ഐഡന്റിഫൈ ചെയ്യേയില്ല.
ചിലവര് മിഡ് ലൈഫിൽ ഐഡന്റിഫൈ ചെയ്യും, പക്ഷെ നിങ്ങൾ വളരെ ഏർലി ഐഡന്റിഫൈ ചെയ്തു. അത് അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈല് എല്ലാവർക്കും കിട്ടിയാൽ കൊള്ളാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചില സമയത്ത്. ലൈക്ക് എല്ലാവരും ഒരു ഹാപ്പി ഇപ്പോൾ സമാധാനത്തിന്റെ ഒരു കുറവ് നല്ലോണം തോന്നിയിട്ടുണ്ട്. മെന്റൽ ഹെൽത്തിന്റെ ഇഷ്യൂസ് ഒക്കെ കൂടി കൂടി വരുന്ന പ്രശ്നമാണ്. ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും പറയല് മെന്റൽ ഹെൽത്ത് സ്റ്റാർട്ടപ്പിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റി. Opportunity. എനിക്ക് ഇഷ്ടമല്ല, എന്നാൽ അതിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റി, ബിക്കോസ് ദാറ്റ് ഈസ് വേർ ദ വേൾഡ് ഈസ് ഗോയിങ്. അപ്പോൾ ഈ ആർട്ടിൽ കിട്ടുന്ന ഇതിന്റെ ഒരു ഹാപ്പിനെസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഞാൻ ചെയ്യുമ്പോൾ ഞാനൊരു വെള്ളിലോട്ട് പോകുന്നുണ്ട് ആർട്ട് ചെയ്യുമ്പോൾ. ഈ ഒരു ഹാപ്പിനെസ് ആക്ച്വലി ബാക്കിയുള്ളവർക്ക് കിട്ടിയാൽ കൊള്ളാന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഐ തോട്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി കൂടി ബിൽഡ് ചെയ്യാം. ആർട്ടിന്റെ വാല്യൂ എന്താണ്, ആർട്ട് പണ്ടത്തെ ഒരു ഞാൻ പറഞ്ഞ പോലെ സ്റ്റീരിയോ ടൈപ്പ് ഒരു സംഭവം ഉണ്ട്, ആർട്ടിന് വാല്യൂ ഇല്ല, ആർട്ട് പഠിച്ചാൽ ഒന്നും ആവില്ല, വെറുതെ ആണ്, അതിൽ പോവരുത്. ഇപ്പൊ BFA ഫൈൻ ആർട്സ് ഒന്നും അങ്ങനെ ആരും വിടില്ല. സിനിമക്ക് പോവാണ്. പിന്നെ ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് കേരളത്തിൽ പറയുമ്പോൾ തന്നെ സിനിമയിൽ അഭിനയിക്കുകയാണോ അല്ലെ ഡ്രാമയിലാണോ ചേർക്കുന്ന ഒരവസ്ഥ. പെയിന്റിംഗ് ആർട്ടിസ്റ്റ് തന്നെ നമ്മൾ വാല്യൂ കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ശരിയാണ്. ഞാൻ പഠിച്ച ഡൽഹിയിലായതുകൊണ്ട് തന്നെ ഡൽഹിയിലുള്ള ഒരു വാല്യൂ ഉണ്ട് നമുക്ക് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ. ആ ഒരു സാധനം എന്തുകൊണ്ട് കേരളത്തിൽ ഇല്ലാന്ന് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. സോ എനിക്ക് തോന്നി ഇതിന്റെ വാല്യൂ കുറച്ചാളെങ്കിലും എത്തണം എന്നുള്ളത്. അപ്പോൾ ആർട്ട് കൾച്ചർ ഇല്ലാത്ത നമ്മുടെ കോഴിക്കോട് എനിക്കത് സ്റ്റാർട്ട് ചെയ്യണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഫുഡ് കൾച്ചർ നന്നായിട്ടുണ്ട്. ഫുഡിനെ ഫോക്കസ് ചെയ്തിട്ട് കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കുറെ സംഭവങ്ങളുണ്ട്. ഇവിടെ ഇല്ലാത്തൊരു സംഭവം ആർട്ട് കൾച്ചറാണ്. നല്ലോണം തോന്നിയിട്ടുണ്ട്. TLF ഉണ്ട്, ഒരു വേറെ തന്നെ ഒരു സെഷനാണ്. അതല്ലാണ്ട് നമുക്ക് ആർട്ട് വാല്യൂ കൊടുക്കുന്ന കമ്മ്യൂണിറ്റീസ് ഇവിടെ കുറവാണ്, സ്പേസസ് കുറവാണ്. ഡിസൈൻ ആശ്രം ഒക്കെ ഒരു ആർട്ട് ഫോക്കസ്ഡ് സാധനമാണോ? ഡിസൈൻ ആശ്രം കൈൻഡ് ഓഫ് വേറെ തന്നെ. ആർട്ട് വാല്യൂ മീൻസ് ആർട്ടിന്റെ വാല്യൂസ് അവിടെ പഠിപ്പിക്കുന്നില്ലല്ലോ, ആർട്ട് ഫോംസ് അവിടെ പഠിപ്പിക്കുന്നില്ല, അവിടെ ഇൻട്രഡക്ഷൻ കൊടുക്കുന്നില്ല. എന്താ എന്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാല് ആർട്ട് എങ്ങനെയാണ് ആർട്ട് ബേസിക് ഒരു വർക്ക്ഷോപ്പിലൂടെ ഒരു സാധനം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിലെങ്ങനെ ഹാപ്പിനെസ് നേടാം, വേണമെങ്കിൽ അതെങ്ങനെ ബിസിനസ് ആക്കാം. ഈ ഒരു 3 സാധനമാണ് ഞാനൊരു വർക്ക്ഷോപ്പിൽ ഒരാൾക്ക് കൊടുക്കുന്നത്. ഇതിന്റെ ആൾക്കാരിൽ എത്തിക്കണം ഭയങ്കര ഇഷ്ടമാണ്, അവർ പഠിപ്പിക്കണം എന്ന് ഇഷ്ടമാണ്. ഇതിൽ ചെറിയൊരു ബേസ് കൊടുക്കാൻ അങ്ങനെയാണ് പിന്നെ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് ഞാൻ മാറുന്നത്. ഈ കമ്മ്യൂണിറ്റി നമ്മളെ ഓഡിയൻസിന് ഈ കമ്മ്യൂണിറ്റി എന്താണെന്ന് മനസ്സിലായിക്കോളണമെന്നില്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണോ? കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല് ഈ എന്റെ ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന നമുക്ക് എല്ലാവരും വിളിച്ചിരുത്തി കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആക്കാൻ പറ്റില്ല. കാരണം ഓരോ കമ്മ്യൂണിറ്റിക്ക് ഓരോ എത്തിക്സ് ഉണ്ട്, അതെ, കുറെ റൂൾസ് ഉണ്ട്. ഇപ്പൊ എന്റെ ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ ആ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നെങ്കിൽ സ്പേസിന്റെ ഇഷ്യൂസ് നല്ലോണ്ട്. ഇപ്പൊ എല്ലാവരും ഗ്യാദർ ചെയ്യാനുള്ള സ്പേസസ് ഇല്ല. അതെ. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ഒബ്ജക്ഷൻസ് വരും. ഇപ്പൊ പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി നേരെ ബിസിനസ്സിലോട്ട് പോകും. കമ്മ്യൂണിറ്റി ആക്ച്വലി ബിസിനസ് അല്ല. അതെ, കറക്റ്റ്. അതെ. അപ്പൊ ഈ 3 സാധനം അല്ലാണ്ട് ഈ സാധനം ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെ ഗ്യാദർ ചെയ്യിപ്പിക്കുക എന്നുള്ള ഭയങ്കര ലക്ഷ്യം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഹാപ്പിനെസ് ഉള്ള കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഇതിന്റെ ഒരു വാല്യൂ പുറത്ത് ഞങ്ങൾ ഈ ഒരു ഗ്യാങ് കൊണ്ട് എത്തിക്കുക എന്നുള്ള ഒരു സാധനം ഞങ്ങൾക്ക്. അപ്പൊ ആ ഗ്യാങ്ങിനെ എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്നത്? അത് ഒരുമിച്ച് കൊണ്ടുവന്നെന്ന് വെച്ചാൽ സ്പേസ് ഓൾറെഡി കിട്ടി. എനിക്കിപ്പോ കോഴിക്കോട് ഉണ്ട്, കൊച്ചി ഉണ്ട്. അപ്പൊ നമുക്ക് ആ സ്പേസിന്റെ പ്രശ്നമില്ലായിരുന്നു. സ്പേസ് റെഡി. പിന്നെ എന്റെ അതേ മെന്റാലിറ്റി ഉള്ള കുറച്ച് ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അടുത്ത ഒരു ചലഞ്ച് അതായിരുന്നു. കാരണം കമ്മ്യൂണിറ്റിയിൽ കുറെ ഇഷ്യൂസ് ഇപ്പം എല്ലായിടത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് പാടില്ല. കാരണം നമ്മൾ അതേ വേവ് ലെങ്ത് ഉള്ള കുറച്ച് ആൾക്കാരാണ് കോറായിട്ട് കുറച്ച് ആൾക്കാരെ വേണ്ടത്. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി ഞാൻ കുറെ കമ്മ്യൂണിറ്റിയിൽ പോയിട്ടുണ്ട്, കുറെ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇന്ന് ഒരു അവരുടെ അടുത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവരോട് കാര്യങ്ങൾ സംസാരിക്കും. നമ്മുടെ സ്പേസിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ബേസിക്കലി നിങ്ങൾ ഓൺലൈനിലല്ല ഓഫ്ലൈനിലാണ് ചെയ്തത്. ഓൺലൈനിൽ നമുക്ക് പറ്റില്ല. ലൈക്ക് അത്രയും വൈഡ് ഓഡിയൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ ഒരു കോർ സെറ്റ് ആക്കാൻ നമുക്ക് ഓഫ്ലൈൻ ആണ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. കാരണം നമ്മളൊരു സ്പേസിലോട്ട് ഒരാൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്പേസിന് ബഹുമാനിക്കുന്ന, ആർട്ടിന് വാല്യൂ കൊടുക്കുന്ന, ബിസിനസ് ആക്കാത്ത ഒരു ഗ്യാങ് എനിക്ക് വേണമായിരുന്നു. ഓൺലൈൻ ത്രൂ നമുക്ക് കിട്ടാൻ ചാൻസസ് കുറവാണ്. പിന്നെ അത് എന്തായാലും ഓഫ്ലൈൻ ആയാലും അവര് നമ്മളെ ഇടപെട്ട് ഫീല് കിട്ടും, ഓറ കിട്ടും. അപ്പൊ അത് മനസ്സിലാക്കണം നമുക്ക്. പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്തു, ഈ ഒരു കോർ ആൾക്കാർ കുറച്ച് ട്രാവൽ ചെയ്തു. അപ്പൊ നമുക്ക് ഓരോരുത്തർ വൈബ് മനസ്സിലാക്കാൻ പറ്റി. എന്നിട്ടാണ് പിന്നീട് കമ്മ്യൂണിറ്റി പുറത്താക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. കാരണം സ്റ്റേ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരും. നമുക്കുണ്ട് ഓൺലൈനിൽ ഒരു കമ്മ്യൂണിറ്റി ഇക്കോ മാഫിയ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതും ഇതേപോലെ
നമ്മൾ ആദ്യത്തിൽ ആ ഒരു ഇനീഷ്യൽ ഗ്യാങ് ഉണ്ടല്ലോ, ആ. അത് ഞാൻ പിക്ക് ആൻഡ് ചൂസ് ചെയ്തായിരുന്നു. ഓക്കെ, ഇവനെ നമുക്ക് കയറ്റണം, മറ്റോ നമുക്ക് വേണം, ഇവനെ വേണം, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഡ് ചെയ്തോണ്ട്. പക്ഷെ ഇപ്പൊ അത് വലിയൊരു കമ്മ്യൂണിറ്റി ആയി, ഫ്ലറിഷിംഗ് ലൈക്ക് എനിത്തിങ്. പിന്നെ ഞങ്ങളെന്ന് വെച്ചാല് ഞങ്ങൾക്ക് ബിസിനസ് കണ്ടിട്ടല്ല, സ്ലോ ഗ്രോത്ത് മതി. കറക്റ്റ്. മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആർട്ടിന്റെ വാല്യൂ കുറച്ച് ആളിൽ എത്തിക്കുക. അത് ഇപ്പത്തെ പിള്ളേർക്ക് മാക്സിമം ഞാൻ പറഞ്ഞ പോലെ സിലബസിൽ നമുക്ക് ഇങ്ങനെ ആർട്ടിന് ഫോക്കസ് ചെയ്യുന്ന സിലബസ് ഒന്നും കേരള സിലബസിൽ ഇല്ല. അതെ. രണ്ടാമത്തെ ലൈക്ക് കൾച്ചർ അതല്ലേ. പിന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ചെറുപ്പം മുതൽ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നില്ല. മെന്റൽ ഹെൽത്ത്, പ്രാക്ടിക്കലായിട്ട്, പിന്നെ ഹാപ്പിനെസ്, ഈ സാധനം ഇപ്പൊ ഞാൻ ചൂസ് ചെയ്ത ലൈഫ് സ്റ്റൈൽ എനിക്ക് ചിലപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു ചെറിയ സ്കൂളിൽ തന്നെ കിട്ടിയിരുന്നെങ്കിൽ, പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ, പ്രാക്ടിക്കൽ ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കൺഫ്യൂഷൻസിന്റെ ആവശ്യമില്ലായിരുന്നു ഇപ്പൊ. കറക്റ്റ്. കാരണം നമുക്ക് ബേസിക് എഡ്യൂക്കേഷൻ ഇല്ല. എന്നാലും നിങ്ങൾ വളരെ ഏർലിയാ. ഞാനൊക്കെ കുറെ കഴിഞ്ഞിട്ടാണ് പഠിച്ചത്. അന്നൊക്കെ ഞാനൊക്കെ സ്കൂളിലായിരുന്നപ്പം പൈസ ഉണ്ടാക്കുക, അതാണ് ഹാപ്പിനെസ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ കുറച്ച് കഴിയുമ്പോ മനസ്സിലായി ഈ പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ഹാപ്പിനെസ് വരൂല. ആദ്യത്തെ നമ്മൾ വിചാരിക്കും ഇതാണ് ഹാപ്പിനെസ്, പക്ഷെ അതൊരു നിമിഷ നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ കമ്മ്യൂണിറ്റി, നിങ്ങൾ ഒരു കോർ ഗ്രൂപ്പിനെ ഉണ്ടാക്കി. എന്നിട്ട് ഇത് എപ്പോഴാണ് ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു പെയ്ഡ് ഇവന്റ് ഇതിനകത്തേക്കൊക്കെ എപ്പോഴാണ് എത്തുന്നത്? പിന്നെ ഞാൻ പറഞ്ഞ ഈ ടെറേറിയം എന്നുള്ള ഫോം അല്ലേ, അത് ഞാൻ എന്താണ് ടെറേറിയം വെച്ചാൽ നമ്മളൊരു ഗ്ലാസ് ജാറിന്റെ ഉള്ളിൽ ഒരു മിനി എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. അത് 1800 ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. അതൊരു ബോട്ടണിസ്റ്റ് തന്നെ ആളുടെ പ്ലാന്റ്സ് സേവ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ജാറിന്റെ ഉള്ളിൽ വെച്ചാൽ അതിനുള്ളിൽ പ്ലാന്റ്സ് വളരുന്നു തോന്നിയിട്ട് ആളങ്ങനെ ഇത് വേൾഡ് വൈഡ് ആക്കിയിട്ടുള്ള സംഭവമാണ് ടെറേറിയം എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ പണ്ടത്തെ ഷിപ്പ് ഉണ്ടല്ലോ, ലൈക്ക് ട്രാവലിന് പറഞ്ഞാൽ ഷിപ്പിലൊക്കെ ആയിരിക്കും 6 months 7 months ഒക്കെ ട്രാവൽ ഡ്യൂറേഷൻ വരുമ്പോ. പണ്ടത്തെ ഷിപ്പ് നിങ്ങൾ അങ്ങനത്തെ അല്ല, പണ്ട് 1800 ഷിപ്പ് അന്ന് അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ പ്ലാന്റ് അവിടെ എത്തിക്കാൻ പോസിബിൾ അല്ല. അന്ന് യൂസ് ചെയ്ത ഒരു മെത്തേഡും കൂടിയായിരുന്നു ടെറേറിയം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണ്. അതിൽ ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ലൈഫ് അത് നിൽക്കും. അപ്പൊ അത് ഞാനിങ്ങനെ മെല്ലെ മെല്ലെ അതിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തു, അതിന്റെ ഇൻഫർമേഷൻസ് കൊടുത്തു. അപ്പൊ ആൾക്കാർക്ക് അത് വേണമെന്ന് തോന്നി. അപ്പൊ അതിന്റെ വാല്യൂസും അതൊരു വീട്ടിൽ വെച്ചാൽ എന്താണ്, അവിടുത്തെ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ അതും കൂടി ഞാൻ ഇത് ഇൻവോൾവ് ആയി. പിന്നെ കുറെ ആൾക്കാർക്ക് ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുറെ വീട്ടമ്മമാർ ലൈക്ക് അവർക്ക് വീട്ടിൽ റിട്ടയർഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ തുടങ്ങി. കൊച്ചിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഒരു വാല്യൂവും കാര്യങ്ങളും ഇതൊരു ആർട്ട് ഫോമും കൂടിയാണല്ലോ. വർക്ക്ഷോപ്പ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവ് കിട്ടി. ലൈക്ക് എല്ലാവർക്കും കുറെ ആൾക്കാർക്ക് ഇൻഫർമേഷൻ കിട്ടി, അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന്റെ അകത്ത് നിങ്ങൾ ആളെ കൊണ്ടുവന്നത് എങ്ങനെയാ? ജസ്റ്റ് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടു, ഇൻസ്റ്റാഗ്രാമിൽ. അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ പവർ നിങ്ങൾ ശരിക്കും നല്ല ഒരു ഫോളോവർ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദോസ് ഹു വാണ്ട്സ് ടു സീ വാട്ട് യു ഡു, പിന്നെ പോസ്റ്റ് ഇട്ട് സാധനം വരും. അപ്പൊ കുറെ രജിസ്ട്രേഷൻ കിട്ടി. ഫസ്റ്റത്തെ ഒരു വർക്ക്ഷോപ്പ് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, നമ്മൾ ഈ ഫസ്റ്റ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര പേടിയായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ട് കോഫിയോ കട്ടൻ ഇങ്ങനെ കുടിക്കും. എന്റെ മുഖത്ത് പാടില്ലല്ലോ, കാരണം ഞാനാണ് അവിടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതൊന്നും പാടില്ല, ഞാൻ അതിൽ എക്സ്പേർട്ട് ആണെന്ന് അറിയണല്ലോ. കറക്റ്റ്. ഞാനത് ഫസ്റ്റ് വർക്ക്ഷോപ്പ് അങ്ങനെ കഴിഞ്ഞു. എത്ര പേരുണ്ടായിരുന്നു ഫസ്റ്റ് വർക്ക്ഷോപ്പ്? 12 പേരായിരുന്നു ഫസ്റ്റ് വർക്ക്ഷോപ്പിന്. നൈസ്. അപ്പൊ പിന്നെ എനിക്ക് തോന്നി ഇതിലൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എനിക്ക് ഞാൻ ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അതിലൊരു ഹാപ്പിനെസ്സും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നവരൊക്കെ ഞാൻ ഇങ്ങനെ കിട്ടിക്കൊണ്ട് വലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിലൊരു ഹാപ്പിനെസ് ഉണ്ടെന്ന് കണ്ടെത്തി. പിന്നെ അങ്ങനെ മെല്ലെ 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 വർക്ക്ഷോപ്പിന്റെ സ്പേസ് കണ്ടെത്തി. ഇപ്പൊ നമുക്ക് 20 സ്റ്റുഡൻസിനൊക്കെ ഒരു ക്ലാസ് എടുക്കാവുന്ന രീതിയിൽ മന്ത്ലി വൺസ് ട്വൈസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. നൈസ്. നിങ്ങൾ ആ ഫസ്റ്റ് ഓൺലൈൻ വർക്ക്ഷോപ്പ്, ഓൺലൈൻ അല്ല ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് ചെയ്തപ്പോൾ അത് ഫ്രീ ആയിരുന്നോ പെയ്ഡ് ആയിരുന്നോ? അത് പെയ്ഡ് ആയിരുന്നു. കാരണം ടെറേറിയം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം എനിക്കതിൽ കുറെ മെറ്റീരിയൽസ് വേണം, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോ പിന്നെ എനിക്കൊരു വാല്യൂ വേണമല്ലോ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് ആർട്ടിസ്റ്റിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ ആണ്. അപ്പൊ ആ വാല്യൂ എനിക്ക് കളയാനും താല്പര്യമില്ല. അപ്പൊ ആ ഒരു വാല്യൂ വെച്ചിട്ട് ഞാൻ ബേസിക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടാണ് ഫസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്. എത്ര എമൗണ്ടിലേക്ക് ഫസ്റ്റ് ചെയ്തത്? ഞാൻ ഫസ്റ്റ് ചെയ്തത് 1500 to 2000 ഉള്ളിലാണ്. അത് അപ്പോഴത്തേക്കും കോവിഡ് കഴിഞ്ഞിരുന്നോ? ഇല്ല, കോവിഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കോവിഡ് കഴിഞ്ഞിരുന്നു. അപ്പൊ അത് ആദ്യം നടത്തി. അതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹാപ്പിനെസ് കിട്ടി. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആർട്ടിന്റെ വാല്യൂ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ അതിൽ കുറെ ആൾക്കാർ മോട്ടിവേറ്റ് ആവുന്ന തോന്നി. കുറെ വീട്ടമ്മമാർ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇൻവോൾവ് ആയി. കുറെ ആൾക്കാർക്ക് ഇതിന്റെ ക്യൂരിയോസിറ്റി വർദ്ധിച്ചു. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് എന്തോ ഒരു സ്പെഷ്യൽ സാധനം കഴിഞ്ഞ് കിട്ടി. അഡീഷണൽ ഹാപ്പിനെസ്. കൂടുതൽ ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ കൂടുതൽ ഹാപ്പിനെസ് വരുന്നു. ഓക്കെ,
അവിടെ നിന്ന് പിന്നെ അടുത്തൊരു അപ്പം പ്ലാൻ ബിസിനസ് നടക്കുന്നുണ്ട്, നിങ്ങൾ ആർട്ട് ബിസിനസ് നടക്കുന്നുണ്ട്, ഇപ്പൊ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ചു വർക്ക്ഷോപ്സ്. ഓക്കെ, ഇനി ഈ വർക്ക്ഷോപ്സ് എങ്ങനെ മുന്നോട്ട് പോയത്? വർക്ക്ഷോപ്സ് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞ ഒരു ആർട്ട് കൾച്ചർ ഇല്ലാത്തതിന്റെ പ്രശ്നം പറയുന്നത്. നമ്മൾ ഡൽഹിയിലോ ബാംഗ്ലൂരോ പോയി കഴിഞ്ഞാല് നമുക്ക് വീക്കെൻഡ്സിലൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ലോണിൽ കുറച്ച് ആൾക്കാരെ കൂടിയിട്ട് പെയിന്റിങ് ചെയ്യുക, ആർട്ടിന്റെ വാല്യൂ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ കൂടുതലാ. നമ്മുടെ കേരളത്തിലോട്ട് വന്നപ്പോ ഇതില്ല, നന്നായിട്ട് കുറവായത് തോന്നിയിട്ടില്ല. സോ എനിക്ക് ഇത് കുറവുള്ള സാധനം എനിക്ക് എഫേർട്ട് മീൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് എനിക്ക് അറിയുന്ന കുറച്ച് ആർട്ട് ഫോംസാ. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ടെററിയത്തിൽ തുടങ്ങി. പിന്നെ പോട്രിയും കൂടി എനിക്ക് അതിൽ അറിയായിരുന്നു, എങ്ങനെയാണ് പോട്രിയുടെ ബേസിക്സ്. അത് ഞാൻ കൊച്ചിയിൽ തന്നെ പഠിച്ചത്. അത് ഞാൻ പറഞ്ഞ പോലെ വിഷ്വലിസ്റ്റിലുള്ള സാധനമായിരുന്നു. നിങ്ങൾ ഈ കൊച്ചി നടക്കരുത്, നിങ്ങൾ മലപ്പുറത്തല്ലേ? മലപ്പുറത്തിന് എങ്ങനെയാണ് കൊച്ചിയിലേക്ക് എത്തുന്നത്? കൊച്ചിയിലോട്ട് എനിക്ക് സാധ്യത കൂടുതലാണ്, തോന്നിയിട്ടാണ് അവിടേക്ക് മാറിയത്. അങ്ങോട്ട് കാരണം ഇവിടെ ആർട്ട് ഫീൽഡിലായതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് അത്രയും വേണം. കാരണം ഒരു ടൗണിലാവുമ്പോ തന്നെ നമുക്ക് ആക്സസ് കൂടുതലാണ്, പിന്നെ കോണ്ടാക്ട്സ് കിട്ടും. ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് കൊച്ചിക്ക് ഷിഫ്റ്റ് ചെയ്തത്. സിനിമാക്കാരൊക്കെ കൊച്ചിയിലാണല്ലോ അങ്ങനെ പറയലുണ്ട്. എന്നുവെച്ചാ ഒന്നുകൂടെ മാർക്കറ്റ് അത്രയും വലുതാ, പിന്നെ അത്രയും ഓഡിയൻസ് ഉണ്ട്. പിന്നെ കൊച്ചിയിലത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ജോലിയൊക്കെ ചെയ്തിട്ട് സ്ട്രെസ് ആയിരിക്കുന്ന സമയം, ആ ഒരു സമയം കൊറോണ കഴിഞ്ഞിട്ടുള്ള സമയം. അപ്പോൾ എനിക്ക് അതിൽ കുറച്ച് കൊടുക്കാൻ പറ്റിയ കുറച്ച് ഹാപ്പിനെസ്സാണ്. ആ ഒരു ഹാപ്പിനെസ് അവിടെയാണ് ഒന്നുകൂടെ വാല്യൂ ചെയ്യാൻ പറ്റുക എനിക്ക് തോന്നി. അങ്ങനെയാണ് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ വർക്ക്ഷോപ്പിൽ നിങ്ങൾ പോട്ടറിയും കൂടി ആഡ് ചെയ്തു? പോട്ടറി കൂടി ആഡ് ചെയ്തു. പോട്ടറിക്ക് ഒരു തെറാപ്യൂട്ടിക് എക്സ്പീരിയൻസ് മീൻസ് ഒരു സാധനം കൂടി ഉണ്ട്. കാരണം അതിൽ നമ്മുടെ ടച്ചിങ് സെൻസ് ഉണ്ട്. അത് പണ്ട് നമ്മൾ കളിമണ്ണി കളിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് കളിയിരുന്നു. ഞങ്ങളിപ്പോ അടുത്ത് ഈ കളിമണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങളിപ്പോ അടുത്ത് ഒരു സ്ഥലത്ത് ഗ്രീനർ പറഞ്ഞ സ്ഥലത്ത് അവിടെ പോയിട്ട് അവിടെ മണ്ണിൽ ഒരു മഡ് ബാത്ത്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ മഡ് ബാത്തിന് ഇറങ്ങി. പക്ഷെ പിന്നെ നിങ്ങൾ അടുത്ത് കളിച്ച കബഡിയാ, അത് ഭയങ്കര രസമായിരുന്നു. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. അപ്പൊ മണ്ണിന് എന്ന് വെച്ചാൽ ആ ഒരു സെൻസും കൂടി ഉണ്ട്. മണ്ണിന് പണ്ടത്തെ ചിലർക്ക് ഇമോഷൻസ് വരും, ചില ഫോക്കസ്ഡ് ആയിരിക്കും. നമ്മളെന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ചിലർ വായിക്കുമ്പോൾ എഴുതുമ്പോൾ നമ്മളെ ഫാന്റസി വേൾഡിൽ പോകുന്ന പോലെ തന്നെ മണ്ണിനും ആ ഒരു കഴിവുണ്ട്. അതൊരു മീഡിയ. അപ്പൊ മണ്ണ് വെച്ചിട്ടും നമുക്ക് എന്താ ഈ തെറാപ്യൂട്ടിക് എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു, അതിന്റെ വർക്ക്ഷോപ്സും കൂടി കണക്ട് ചെയ്തു. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ നിങ്ങളെ പ്ലാൻ ബിസിനസ് ഉണ്ട്, ആർട്ട് ബിസിനസ് ഉണ്ട്, വർക്ക്ഷോപ്സ് ഉണ്ട്. എപ്പോഴാണ് ടീം ആവണേ? വെൻ ഡിഡ് യു ഹാവ് എ ടീം? എല്ലാം കൂടി നിങ്ങൾക്ക് പറ്റൂല. ടീം ഏതെന്നാല് ഒരു സമയത്ത് ഞാൻ എക്സോസ്റ്റ് ആവാൻ തുടങ്ങി. അതെപ്പോഴാണ്? വർക്ക്ഷോപ്പിന് ശേഷമാണോ? വർക്ക്ഷോപ്പിന് എൻക്വയറി തുടങ്ങിയപ്പോ അതുവരെ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ ഫാമിലി ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പാക്കിംഗ് അങ്ങനത്തെ രീതിക്കൊക്കെ. പിന്നെ ഫാദറും മദറും ആണോ? അല്ല, മദറും എന്റെ 2 ബ്രദേഴ്സും. അവര് 3 ചെറിയ ബ്രദേഴ്സാണ്. അവര് 3 പേരാണ് ഇതിന്റെ പ്ലാൻ ബിസിനസ് പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ശമ്പളം അല്ലാത്ത എംപ്ലോയീസ്? ശമ്പളം ഞാൻ കൊടുക്കാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ആൾക്കാരെ വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. ആ ഒരു സാധനത്തിന് ശമ്പള രീതിയിലല്ലെങ്കിലും എന്തെങ്കിലും അവരെ ഹാപ്പിനെസിനും വേണ്ടി ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അവരായിരുന്നു മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിപ്പോ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയക്കാൻ ആ ഒരു മെത്തേഡ് മാത്രം ഓൺലൈൻ ഞാനാ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പറഞ്ഞപ്പോ പിന്നെ ഇതിന്റെ മുമ്പ് ഒരു ആർട്ടിസ്റ്റ് വന്നത് ഞാൻ പറഞ്ഞില്ല, ആഫിയന്റെ ശമ്പളം ഇല്ലാത്ത എംപ്ലോയി ആയിരുന്നു ആഫിയന്റെ ഭർത്താവ്. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചേ. എന്നിട്ട് പിന്നെ എനിക്ക് വർക്ക്ഷോപ്സിന് എൻക്വയറി കൂടാൻ തുടങ്ങി. ആ ഒരു സമയത്ത് ഇങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സാധനം ആർക്കും അറിയില്ല. ഇന്ത്യയിൽ എൻക്വയറീസ് വരുന്നു പറയും. അപ്പോൾ എൻക്വയറി കൂടുതലാവുന്നതോറും ഞാൻ എക്സോസ്റ്റ് ആയി തുടങ്ങി. അങ്ങനെയാണ് ഫസ്റ്റ് എംപ്ലോയി സ്റ്റാഫ് ഞാൻ വെക്കുന്നത്. അത് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനും അതുപോലെ സെയിൽസ് നോക്കാൻ. ലൈക്ക് ഇപ്പോൾ വർക്ക്ഷോപ്സിന് എൻക്വയറി വന്നാൽ അതിനെ കൺവേർട്ട് ആക്കി എടുക്കുക, പേയ്മെന്റ് വാങ്ങിക്കുക, അവരെ ലിസ്റ്റ്. അങ്ങനെ ഓൺലൈൻ ത്രൂ ഞാൻ ഒരാളെ കണ്ടെത്തി. റിമോട്ട്. അങ്ങനെ ഒരാളെ ഫസ്റ്റ് എന്റെ സ്റ്റാഫ് അതായിരുന്നു. നൈസ്. അപ്പൊ നിങ്ങളിപ്പോ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി എന്ന് പറഞ്ഞത്, ഈ കമ്മ്യൂണിറ്റി നിങ്ങളെ വർക്ക്ഷോപ്പിലേക്ക് കണക്റ്റഡ് ആയിരുന്നോ? ഈ കമ്മ്യൂണിറ്റി ഇപ്പോൾ റീസെന്റ് ആണ് കണക്ട് ആവുന്നത്. കാരണം എനിക്ക് കമ്മ്യൂണിറ്റി ഒന്നുകൂടി വർക്ക്ഔട്ട് ചെയ്യേണ്ടത് കൊച്ചിയിലല്ല, കോഴിക്കോടാണ്. കാരണം കോഴിക്കോടാണ് തീരെ ആർട്ട് കൾച്ചർ ഇല്ലാത്ത. കൊച്ചിയിലാകുമ്പോൾ അറ്റ് എ ടൈം എന്തെങ്കിലുമൊക്കെ അവിടെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, ഒരു വാല്യൂ ചെയ്യുന്നുണ്ട്. കോഴിക്കോട് സൈഡ് നോക്കുമ്പോൾ എനിക്ക് ഒന്നും ഇല്ലാണ്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ കോഴിക്കോടാണ് എനിക്ക് ഫസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഒരു ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഇവിടുത്തെ ആൾക്കാരും നല്ല കമ്മ്യൂണിറ്റി തുടങ്ങി കഴിഞ്ഞാലും നമുക്ക് റിസൾട്ട് വേണമല്ലോ, തുടങ്ങിയിട്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പൊ അപ്പൊ ഇവിടെ എനിക്ക് ഒന്നുകൂടെ ആപ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം കോഴിക്കോട്ടുകാരുടെ സ്നേഹം അതാണ് മെയിൻ.
പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കോഴിക്കോടിലെ ആർട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ല. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ ഒരു കൾച്ചറും കൂടെ കൊണ്ടുവരാൻ. അപ്പൊ അങ്ങനെയാണ് കോഴിക്കോടെ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ എംപ്ലോയിനെ ഹയർ ചെയ്തു കൊച്ചിന്. ഓക്കെ, ഈ അവിടുന്ന് അടുത്തൊരു സ്റ്റെപ്പ് എപ്പോഴാണ്? അപ്പൊ പ്ലാൻ ബിസിനസ്സും ആർട്ട് ബിസിനസ് നടക്കുന്നുണ്ട് എപ്പോഴും? ആർട്ട് ബിസിനസ് നടക്കുന്നുണ്ട്. നിങ്ങൾ ഇടുമ്പോൾ അതിന് എൻക്വയറി വരും, നിങ്ങളുടെ ടീം അത് കൺവേർട്ട് ചെയ്ത് ഒരു ഡിസ്പാച്ച് ചെയ്തോളൂ. ഓക്കെ, വർക്ക്ഷോപ്പ് വന്നപ്പം നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ആളെ ഹയർ ചെയ്തു. ഇപ്പൊ എത്ര ആൾക്കാരുണ്ട് നിങ്ങളുടെ ടീമില്? എനിക്ക് ടീമിൽ ഇപ്പോ 4 ആർട്ടിസ്റ്റ് ഉണ്ട്. 4 ആർട്ടിസ്റ്റുകളുണ്ട്. 2 സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ 2 പേരുണ്ട്. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ട് ഞാനുണ്ട്. പിന്നെ ഞാനും ബാക്കി എല്ലാ പണിയെടുക്കണേ ഞാൻ. ഓക്കെ, അപ്പൊ അവിടുന്ന് വർക്ക്ഷോപ്പ് ഇതായി. ഇനി കോഴിക്കോടേക്കുള്ള ഒരു ട്രാൻസിഷൻ ഇപ്പോഴും നിങ്ങൾ ചാറ്റിലൂടെയാണ് എല്ലാം കൺവേർട്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറേ ചാറ്റുകൾ വരുമായിരുന്നു. എനിക്ക് ഇ കൊമേഴ്സിൽ അത് വേണം, ഇതൊരു പെർഫോമൻസ് ആഡ്സ് വേണം, SEO വേണം, വെബ്സൈറ്റ് ഉണ്ടാക്കണം, ഓപ്പറേഷൻസിന് എന്തൊക്കെ ചെയ്യേണ്ട അറിയില്ല, ഏത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യേണ്ട അറിയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ ടീം മാനേജ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ടീം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ടീം എക്സോസ്റ്റഡ് ആയി. അപ്പം നമുക്കൊരാളെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ചെയ്യാം, പക്ഷെ നാളെ ഈ ആൾ ചിലപ്പം പോയി എന്ന് വരാം. മനസ്സിലായി. അപ്പം കണ്ടിന്യൂസ്ലി നമുക്ക് ട്രെയിൻ ചെയ്യാം. ദ പ്രോബ്ലം ഈസ് വേറെ ആൾ വരുമ്പോൾ വീണ്ടും ട്രെയിൻ ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ക്ലൂഡോട്ട് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ക്ലൂഡോട്ടിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AI ഏജന്റ് ആയിരിക്കും. നമ്മളൊരു ആളെ ഒരു മാനുവൽ ഏജന്റിനെ ഹയർ ചെയ്യുന്നതിന് പകരം ഒരു AI-നെ ഹയർ ചെയ്യുന്നു. AI-നെ പഠിപ്പിച്ചു കൊടുത്താൽ ഇവർ മിസ്റ്റേക്ക് വരുത്തുന്നില്ല. മനസ്സിലായി. ഇതൊക്കെ ഒരു ഇമോഷന്റെ മുകളിൽ ചിലപ്പം നമ്മൾ കുറച്ചൊരു കസ്റ്റമറോട് ചിലപ്പോൾ കുറച്ച് റൂഡായിരിക്കും. AI-നെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പൻ അതേ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു 80% AI തന്നെ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് വരുമല്ലോ. ഈ അഡീഷണൽ ക്വസ്റ്റ്യൻസ് AIക്ക് അഥവാ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ AI പറയും ഓക്കെ 24 hours ഞങ്ങളൊരു മാനുവൽ ഏജന്റ് വിൽ കം ബാക്ക് ടു യു. എന്നിട്ട് മാനുവൽ ഏജന്റ് വന്നിട്ട് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവൽ ഏജന്റ് പിന്നെ ചെയ്യാറ് ഈ ഏജന്റ് പഠിപ്പിച്ചു കൊടുക്കും. അതെ, ഇത് സംഭവം ഞാൻ അങ്ങനെ സോൾവ് ചെയ്തിട്ടുണ്ട്, സോ നെക്സ്റ്റ് ടൈം യു സോൾവ് ഇറ്റ്. അപ്പോൾ ഏജന്റ് വീണ്ടും. അപ്പൊ ഇങ്ങനത്തെ കേസിൽ ഇപ്പൊ ആർട്ടിസ്റ്റിന്റെ ഒരു വലിയൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കി, സ്കെയിലബിലിറ്റി അല്ലേ. സ്കെയിൽ ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾക്ക് ഒരു ലെവൽ വരെ ഇത് കൊണ്ടുപോകാൻ കഴിയും, പിന്നെ അങ്ങോട്ട് കുറെ ആൾക്കാരെ വീണ്ടും പഠിപ്പിച്ചെടുക്കണം. അപ്പൊ ഇങ്ങനെ ചെയ്യാമല്ലോ ഗുണം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ പ്ലാന്റിന്റെ എൻക്വയറി വരികയാണെങ്കിലും വർക്ക്ഷോപ്പിന്റെ എൻക്വയറി വരികയാണെങ്കിലും ആർട്ടിന്റെ എൻക്വയറി വരികയാണെങ്കിൽ ഏജന്റ് ഹാൻഡിൽ ചെയ്തോ. പിന്നെ ആർട്ടിന്റെ എൻക്വയറി വരുമ്പോൾ അല്ലെങ്കിൽ പ്ലാന്റിന്റെ എൻക്വയറി നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിഫൈ വെബ്സൈറ്റ്സ് ഒക്കെ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ജനുവരി ലോഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അവിടെ കുറച്ചൊരു സ്കെയിലബിലിറ്റി കിട്ടും. പ്ലസ് ഇപ്പം വർക്ക്ഷോപ്പ് ആണെങ്കിൽ ശരിക്കും ഏജന്റ് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. മനസ്സിലായി. അപ്പൊ നമ്മളെ കേസിൽ ഇപ്പോൾ ഏജന്റ് എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും വോയിസ് മെസ്സേജ് ആണെങ്കിൽ പോലും ഏജന്റ് ഹാൻഡിൽ ചെയ്തോ. അപ്പൊ ദിസ് ഈസ് സംതിങ് വിച്ച് യു ക്യാൻ യൂസ് ടു സ്കെയിൽ. ഓക്കെ, അപ്പൊ അവിടുന്ന് തിരിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരാം. നിങ്ങൾ അവിടുന്ന് ഒരു കോഴിക്കോടേക്കുള്ള ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? അപ്പോഴത്തേക്ക് എത്ര ഒരു മന്ത്ലി റവന്യൂ എത്രയിൽ എത്തിയിട്ടുണ്ടാവും? മന്ത്ലി റവന്യൂ എനിക്കൊരു 2 lakh ഒക്കെ. 2 lakh മന്ത്ലി. ഇവിടെ ഈ ഒരു എക്സ്പെൻസ് കുറച്ചിട്ട് അല്ല, റവന്യൂ പറഞ്ഞാൽ മതി, എനിക്ക് പ്രോഫിറ്റ് വേണ്ട. എത്ര സെയിൽസ് എത്തിയിട്ടുണ്ടോ? സെയിൽസ് നമ്മള് ലിസ്റ്റ് ഓൺ ചെയ്യാത്തതുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു ആവറേജ് കിട്ടിയാൽ ആവറേജ് ഒരു 3-4 lakhന്റെ ഒക്കെ 4 lakhന്റെ സെയിൽസ്. അപ്പൊ നിങ്ങൾ ഈ കോഴിക്കോടേക്കുള്ള ട്രാൻസിഷൻ എപ്പോഴായിരുന്നു? കോഴിക്കോട് മെയിൻ ആയിട്ട് ഞാൻ ബിസിനസ് സാധ്യത വെച്ചിട്ടെല്ലാം തുടങ്ങിയത്. എനിക്ക് കോഴിക്കോട് ഞാൻ വെറുതെ ഒരു ദിവസം വീട്ടിലിരുന്നപ്പോൾ, ഞാൻ മലപ്പുറം സൈഡായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സാറ്റർഡേ വീക്കെൻഡ്സ് ഫ്രീ ടൈം കിട്ടി. അപ്പൊ എനിക്ക് എൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഞാൻ കൊച്ചിയിൽ ചെയ്ത പോലെ തന്നെ കോഴിക്കോട് ഒന്ന് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിവിടെ പ്രോപ്പർട്ടീസ് ഒന്നും പോയപ്പോൾ എനിക്ക് അത്ര ആപ്റ്റ് ആയിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഡിസൈൻ ആശ്രം എന്നുള്ള പ്രോപ്പർട്ടി ഞാൻ കാണുന്നത്. ഫസ്റ്റ് വർക്ക്ഷോപ്പ് അവിടെ ആയിരുന്നു, ഡിസൈൻ ആശ്രം. നിങ്ങളൊരു വൈബ് അവിടെ. ഞാൻ വെറ്റക്സിലും പോയിട്ടുണ്ട്, ഡിസൈൻ ആശ്രം പോയിട്ടുണ്ട്. എനിക്കൊന്നുകൂടെ ഓപ്പൺ എയറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഡിസൈൻ നല്ല അടിപൊളി നല്ലൊരു ഓറ. അതിന് അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ആർട്ടിന് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ഏരിയയും നല്ലതാണ്. ഗുജറാത്തി സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എത്താനും പിന്നെ അത് കഴിഞ്ഞ് വേണമെങ്കിൽ ബീച്ച് പോകാനുള്ള ഒരു ചാൻസ് ആണ്. സോ ഞാൻ ഫസ്റ്റ് വർക്ക്ഷോപ്പിൽ നിന്ന് ഡിസൈൻ ആശ്രമത്തിൽ വെറുതെ ഒരു പോസ്റ്റ് ഇട്ടു, അതിലും ആൾക്കാർ ഫില്ല് ചെയ്ത് തുടങ്ങി. ഓക്കെ എന്നാ ചെയ്യാം ചെയ്ത് നോക്കി. ഫസ്റ്റ് വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോൾ കൊച്ചിയിലെ പഠിപ്പിക്കുന്ന ഓഡിയൻസേ അല്ല കോഴിക്കോട്, എന്തെങ്കിലും ഡിഫറെന്റ് എന്തോ ഒരു സാധനം കോഴിക്കോട് ഓഡിയൻസിനുണ്ട്. അത് ഞാൻ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ കുറച്ച് വർക്ക്ഷോപ്സ് അധികം ചെയ്തു കോഴിക്കോട്, പല രീതിക്കും. എന്റെ പോലെ ടെറേറിയം വർക്ക്ഷോപ്സും, ക്ലേയുടെ
പോട്ടറി വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പം ഇവിടുത്തെ ഓഡിയൻസിൻ്റെ ഇപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ ആർട്ട് ഒരു ബേസ് ഇല്ല. ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ആൾക്കാരുണ്ട്. ഇപ്പോൾ വീട്ടമ്മമാരായിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നമ്മളെപ്പോലുള്ള ഏജിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഭയങ്കര ത്വരയുള്ള ആൾക്കാരുണ്ട്. സപ്രസ് ചെയ്തിട്ട് ഉള്ളിൽ വെക്കുന്നേ ഉള്ളൂ. അപ്പൊ അവർക്ക് ആരെങ്കിലും ഒന്ന് എടുത്ത് പുറത്തിടാനും വേണ്ടിയിട്ട് ഒരു ചാൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ സംസാരമൊക്കെ മനസ്സിലാവും. ഭയങ്കര ഇമോഷൻ ആയിരുന്നു വർക്ക്ഷോപ്സ്. അതിനൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു ഓറ ഉണ്ടായിരുന്നു ഇവിടെ ചെയ്യുമ്പോൾ. കൊച്ചി സൈഡ് എൻ്റെ ഡിഫറൻസ് സാധനമാണ് സ്പാർക്ക്. അവിടെ ലൈക്ക് ആ ഒരു അത്രേ ഉള്ളൂ. ഒരു ടൈം എൻജോയ്മെന്റ് ആണ് അവിടെ അധികം ഫോക്കസ് ചെയ്യുന്നത്. ആർട്ടിന് വാല്യൂ ഇല്ല എന്നല്ല, വാല്യൂ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു സാധനം കിട്ടാതെ കിട്ടുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ ഒരു ഹാപ്പിനെസ്, ഒരു ഇമോഷണൽ ക്വോഷ്യന്റ് ഉണ്ട്. ആ ഒരു സാധനം എനിക്ക് ഇവിടെ കിട്ടിയപ്പോ എന്നാ ഓക്കെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ബേസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കും നല്ലതാണ്, ഇവിടുത്തെ ഓഡിയൻസിനും മേ ബി അവർക്ക് ബെറ്റർ ആയിരിക്കും, ഒരു ചാൻസ് കിട്ടുകയാണല്ലോ. അതെ. അപ്പൊ അവരെ ആർട്ട് പുറത്ത് വരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു ബേസ് ഇവിടെയും കൂടി സ്റ്റാർട്ട് ചെയ്തു. അതായത് ബേസിക്കലി ഒരു ഇമോഷണൽ പുള്ളായിരുന്നു കോഴിക്കോട്. കാരണം കോഴിക്കോട്ടുകാർ അങ്ങനെയാണല്ലോ. അത് പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. ഞാൻ കോഴിക്കോട് തന്നെ നിന്നതുകൊണ്ടായിരിക്കണം. വേറെ പ്രശ്നമുണ്ട്, കോഴിക്കോട് പെട്ടിട്ട് ഞാൻ ഇവിടെ തന്നെയാ. തോന്നുന്നില്ല അങ്ങനെ ഒരു സമാനം ഉണ്ട്. അപ്പൊ ഏത് കൊല്ലാണ് കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ആവണേ? കോഴിക്കോട് പോയി ഏകദേശം 1 year ആയി. 1 year ആയി. ഓക്കെ. ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾ എപ്പോഴാണ്? പിന്നെന്ന് വെച്ചാല് നമ്മുടെ ആർട്ട് ഫീൽഡിലാണ് തന്നെ കുറെ മെറ്റീരിയൽസ്. കാരണം എന്റെ സ്റ്റോറേജ് സ്പേസ് ആണ് വീടാ. കൊച്ചിയിൽ നമുക്കൊരു സ്പേസ് ഉണ്ട്. കൊച്ചിയത്തെ ഇഷ്യൂ ഇല്ലായിരുന്നു, വീടും കുഴപ്പമില്ല. പക്ഷെ വീട്ടിലൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ഒരു ലിമിറ്റ് അപ്പുറം വീട്ടുകാർ പറയും മോനെ ഇനി ഇവിടെ എല്ലാം കൂടെ എടുത്ത് പോയിക്കാന്ന്. ആ ഒരു സാധനം തുടങ്ങി. ലൈക്ക് എന്നാ അവരായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഇതൊന്ന് ഷിഫ്റ്റ് ആവണം. കാരണം എനിക്കും നല്ലതാണ്. എനിക്കൊരു ആർട്ട് വർക്ക് ചെയ്യണമെങ്കിലും വേണമെങ്കിലും വേറെ സ്പേസ് കോഴിക്കോടും കൂടി വേണമെന്ന് തോന്നിയിട്ടാണ്. ആദ്യം ഡിസൈൻ ആശ്രമം കുറെ ചെയ്തു. പക്ഷെ പിന്നെ നമുക്ക് മെറ്റീരിയൽസ് അവിടെ എത്തിക്കുക, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനത്തെ കുറെ ലോജിസ്റ്റിക് അതെ അങ്ങനത്തെ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിലും കൂടി തലയിടാൻ എനിക്ക് ഒരു സാഹചര്യം പറ്റില്ലായിരുന്നു. മെന്റൽ ബാൻഡ്വിഡ്ത്ത്. അതെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു സ്പേസ് വേണം എന്ന് വെച്ചാൽ റീസെന്റ് ഒരു 7 month ആയി ഈ ഒരു പ്രോപ്പർട്ടി. അപ്പൊ ഇപ്പൊ വർക്ക്ഷോപ്സ് ഒക്കെ ഇവിടെ തന്നെ? വർക്ക്ഷോപ്സ് ഇവിടെ തന്നെയാണ്. പിന്നെ നമുക്ക് കോളേജസിലൊക്കെ വരാറുണ്ട്. IIM ചെയ്തിട്ടുണ്ട്, NIT, ചോയ്സ്, വൈറ്റ് സ്കൂളിലൊക്കെ ഞാൻ ചെറിയതായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ കോർപ്പറേറ്റ് വർക്ക്ഷോപ്സ്. ഓക്കെ. പിന്നെ ഇവന്റ്സ് ചെയ്യാറുണ്ട്. ലൈക്ക് വേറെ ആരെങ്കിലും ഒരു ഗ്യാദർ ചെയ്യുന്ന പ്രോഗ്രാമിൽ എൻ്റെ ഈ വർക്ക്ഷോപ്സും കൂടി ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. ഓ അടിപൊളി. അപ്പൊ അവിടെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടോ? കാരണം ഇങ്ങനെ ആൾക്കാർ ഗ്യാദർ ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ ലിമിറ്റേഷൻസ് വേണം. കാരണം ഇവർക്ക് മെയിൻ ആയിട്ട് ഒരു തെറാപ്യൂട്ടിക് എക്സ്പീരിയൻസും കൂടി വേണമല്ലോ, ടൈം എൻജോയ്മെന്റ്. നമുക്ക് ഒരാൾക്ക് എന്തായാലും നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എല്ലാവരുടെ കയ്യിൽ എത്തണം. അതെ. എനിക്ക് വേണമെങ്കിൽ 100 പേർക്ക് ഒറ്റ ടൈമിൽ വർക്ക്ഷോപ്പ് ചെയ്യാം. എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവരുടെ കയ്യിലും ഈ ഒരു സാധനം എത്തണം. കാരണം അവർ പേ ചെയ്യുന്നതിന്റെ സർവീസ് നമ്മൾ കൊടുക്കണം. കറക്റ്റ്. കാരണം ഈ ഒരു എക്സ്പീരിയൻസിന് അവർ വരുന്നത്. സോ ഞാൻ ലിമിറ്റഡ് ആക്കും. എനിക്കൊരു മാക്സിമം പറ്റുന്ന ആൾക്കാരെ ഞാൻ എന്ത് ചെയ്യും, സർക്കിൾ ഉണ്ടാക്കി. നിങ്ങൾക്ക് എത്ര മാക്സിമം പറ്റും? മാക്സിമം ഇപ്പോൾ എന്റെ ആർട്ടിസ്റ്റും കൂടി എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു 30 പേർക്കൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി ആംഗിളും കൂടി വരുമ്പോൾ നമുക്ക് 30 പേരെ മാക്സിമം ചെയ്യാം. അപ്പൊ ഞാൻ അറ്റ് എ ടൈം ഒരാളാണെന്നെങ്കിൽ എനിക്ക് മാക്സിമം 15 പേരൊക്കെ ഇങ്ങനെ അവർ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ അത് ചെയ്തു. സോ ഇനി നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പ് എങ്ങോട്ടേക്കായിരിക്കും? ഇനി എൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എനിക്കിതിന് സ്കെയിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ സ്കെയിലിങ്ങിനുള്ള സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ എൻ്റെതായ കുറച്ചും കൂടി ആർട്ട് പീസ് എനിക്ക് ഇൻവോൾവ് ആക്കണമെന്നുണ്ട്. ഇപ്പോൾ 2 സാധനമാണ് ഇപ്പോൾ മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലും കുറച്ചും കൂടി സാധനം, ഈ ഒരു ആർട്ട് പീസസ് എന്ന് പറയുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അതിന്റെ സ്കെയിലിംഗ് പറഞ്ഞാൽ അത്രയും ഡിഫിക്കൽട്ടാണ്, അത്രയും സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ എങ്ങനെ ആർട്ടിസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് പഠിപ്പിച്ച് നമുക്ക് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ട്രൂ. അപ്പൊ ഞാനത് എങ്ങനെ സ്കെയിൽ ചെയ്യാന്നുള്ളതിന്റെ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഷോപ്പിഫൈ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. ഏകദേശം ബേസ് ഇട്ടിട്ടുണ്ട് എല്ലാത്തിനും. വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഷോപ്പിഫൈ തുടങ്ങി കഴിഞ്ഞാൽ, വെബ്സൈറ്റ് തുടങ്ങി കഴിഞ്ഞാലും ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്തെങ്കിലും വിൽക്കാൻ പറ്റുള്ളൂ. പ്രോഡക്റ്റ് ഞാൻ B2Bയോ B2Cയോ അല്ല, മൈ ഓൺ പ്രോഡക്ട്സാ. അത് ആർട്ടിൽ മാത്രമല്ല, പ്ലാന്റ് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ആർട്ടില് ഈ പ്ലാന്റ് വെക്കുന്ന പോലെ എനിക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അതെങ്ങനെ ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതൊക്കെയാ ടീമാണ് വേണ്ടത്, അതിൽ എന്തൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെ വെബ്സൈറ്റിന് ഹെൽപ്പ് വേണം, സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്.
2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സും നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ടെറേറിയം നിങ്ങൾക്ക് അങ്ങനെ ഒക്കെ പറ്റുമോ? ടെറേറിയം അതൊരു പ്രശ്നമുണ്ട്. ടെറേറിയം ഗ്ലാസും അതിലുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കൊറിയർ സർവീസ് കുറവായിരിക്കും. ആൾക്കാർ വന്ന് വാങ്ങിക്കാറുണ്ട്. ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഞാനൊരു പിക്കപ്പ് ഓൺലി അല്ല, ഞാൻ വേറൊരു സാധനം കണ്ടുവച്ചിട്ടുണ്ട്. അത് ഞാൻ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും. എന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു ബോക്സ്, ടെറേറിയം ബോക്സ് ഇൻഡിവിജ്വൽ ആയിട്ട് സാധനം പാക്ക് ചെയ്യുന്നു. അതിലുള്ള പ്ലാൻസ് വേറെ യൂട്യൂബ് വീഡിയോ കൊടുക്കും. യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ഞാൻ അവർക്ക് കൊടുക്കും. അതാകുമ്പോൾ അവർക്ക് വീട്ടിൽ തന്നെ അവർ ഫാമിലി ആയിട്ട് ഗ്യാദർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ടെറേറിയം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അത് അടിപൊളിയാണ്. നമുക്കാണെങ്കിൽ ഓൾ ഇന്ത്യ ആയിട്ട് കുറെ സർവീസ് ചെയ്യാനും പറ്റും. അപ്പൊ അതിന്റെ ഒരു സ്റ്റഡിയും കൂടി ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. കാരണം ഇതൊരു ഞാൻ പറഞ്ഞ പോലെ ഈ വർക്ക്ഷോപ്പിന് വരാൻ പറ്റാത്ത കുറെ പേരുണ്ടല്ലോ, ആ ഒരു ടൈം കിട്ടാത്തൊരു കുറേ പേരുണ്ട്, എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണിത്. ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ട് ഒരു മേ ബി അവർക്ക് ഒരു ഷീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് ആയിരിക്കാം, കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും, എനിക്കും ഹാപ്പിയാണ്. കറക്റ്റ്, കാര്യം നടക്കും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് സമ്മറൈസ് ചെയ്യാണ്. നിങ്ങൾ കണ്ടന്റിൽ നിന്ന് തുടങ്ങി, നിങ്ങൾ അത് കോവിഡിന്റെ സമയത്ത് തുടങ്ങിയതുകൊണ്ട് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു മൂഡിലായിരുന്നു. ആ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ കുറച്ച് എൻക്വയറി വന്നു. നിങ്ങളുടെ അടുത്തുള്ള ചെടികളൊക്കെ തീർന്നു പോയപ്പോൾ നിങ്ങൾ ഓക്കെ ഇനി വേണമെങ്കിൽ ചെടി കിട്ടണമല്ലോ, അപ്പോൾ സോഴ്സ് ചെയ്യാൻ തുടങ്ങി. സോഴ്സ് ചെയ്ത് അത്യാവശ്യം അത് നല്ലൊരു ബിസിനസ്സായി വളർന്നു. ആ ബിസിനസ്സായി വളർന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇത് വെറും ബിസിനസ്സായി പോയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർട്ട് കൊണ്ടുവരാം, നിങ്ങളെ പാഷൻ അതിനകത്ത് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ ആർട്ട് പീസസ് വിൽക്കാൻ തുടങ്ങി ഈ സെയിം മെത്തേഡ് വെച്ചിട്ട്. സോ ദാറ്റ് ഓൾസോ സ്റ്റാർട്ടഡ് സെല്ലിങ്. അത് കഴിഞ്ഞ് നിങ്ങൾ തോന്നി പിന്നെ ഓക്കെ ആർട്ട് കമ്മ്യൂണിറ്റി കൂടുതലുള്ള കൊച്ചിയിലാണ്, ലെറ്റ് മീ ഷിഫ്റ്റ് ടു കൊച്ചി. അപ്പോൾ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. കുറച്ചും കൂടി അവിടെ കമ്മ്യൂണിറ്റി, കുറച്ചും കൂടി ആൾക്കാരൊക്കെ പരിചയപ്പെടുന്നു, കമ്മ്യൂണിറ്റി വൈബ് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടുന്ന് കൊച്ചിന് കോഴിക്കോട് തീരെ ഇല്ല, വീടിൻ്റെ അടുത്തും കൂടി ആയതുകൊണ്ട് വെറുതെ ഒന്ന് കോഴിക്കോട് വന്നൊരു വർക്ക്ഷോപ്പ് ചെയ്യുന്നു. ആ വർക്ക്ഷോപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു കോഴിക്കോട് എന്തോ ഒരു അട്രാക്റ്റീവ് പവർ ഉണ്ട്, നിങ്ങൾ കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ അടുത്ത ലെവലിലേക്ക് ഇത് സ്കെയിൽ ചെയ്യാൻ നോക്കുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് നിങ്ങളൊരു പുതിയ ആർട്ടിസ്റ്റിനോട് പറയാന്ന്. പക്ഷെ ഇപ്പം നിങ്ങളൊരു ആർട്ടിസ്റ്റിനോട് പറയാന്ന് വെച്ചാൽ എവിടുന്ന് തുടങ്ങാനാ പറയാ? എവിടുന്ന് തുടങ്ങാന്ന് പറഞ്ഞാല് ലൈക്ക് കൺഫ്യൂഷൻ. അതായത് ബിസിനസ്, നിങ്ങൾക്കിത് ബിസിനസ് ആക്കണം, എങ്ങനെ ആക്കാൻ പറ്റും? ഈ ആർട്ട് ബിസിനസ് പറഞ്ഞാല് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന ബിസിനസ് അല്ല. ഒരു ബിസിനസ്സും അങ്ങനെയല്ല. പ്രത്യേകിച്ച് ആർട്ടിലാകുമ്പോൾ അതിന്റെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ആരും ആർട്ടിലൂടെ വിജയിച്ചായിട്ട് എനിക്ക് അങ്ങനെ റെഫറൻസ് പോലും കിട്ടിയിട്ടില്ല. കാരണം എല്ലാവരും ആർട്ടിസ്റ്റുകളെ ഞാൻ ജസ്റ്റ് പെയിന്റിങ് ചെയ്തിട്ട് അപ്പത്തെ സെല് ചെയ്യുന്നു, വലിയ വലിയ ആർട്ട് ഗാലറി വെക്കുന്നു, സെല് ചെയ്യുന്നു. അല്ലാണ്ട് അത് മാർക്കറ്റ് രീതിയിൽ വേൾഡ് ആയിട്ട് ചെയ്യുന്ന കേരളത്തിൽ വളരെ കുറവ് ആൾക്കാർ. സോ എനിക്ക് അതിന്റെ ബേസ് കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഈ 5 വർഷം കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. ചെയ്ത് പഠിച്ച എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം. അതിലാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. നമ്മൾ സ്വന്തമായിട്ട് ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു പേഴ്സണൽ ബ്രാൻഡിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, നമ്മളെ കൂടെ കൂടും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മാർക്കറ്റ് അതാ. അതിന് മാർക്കറ്റ് രീതിയിൽ അവര് ഫേസ് ചെയ്യരുത്. അതിൽ നമ്മളൊരു സാധനം, നമ്മളൊരു ഹാപ്പിനെസ് അവർക്ക് ഷെയർ ചെയ്യുന്ന പോലെ കൺവേർട്ട് ആക്കി എടുക്കാം. ആ ഒരു ഹാപ്പിനെസ് ആണ് നമ്മളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. മാക്സിമം നമ്മളൊരു സെൽഫ് ബ്രാൻഡ് തുടങ്ങിയാൽ മെല്ലെ മെല്ലെ നമ്മളെ ഗ്രോത്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ കൂടെ കൂട്ടാം. അപ്പൊ നമ്മൾ പുതിയ പ്രോഡക്റ്റോ നമ്മൾ പുതിയ സാധനം പുതിയലോട്ട് ഇൻവോൾവ് ആക്കുമ്പോൾ അവർക്കും അത് ചെയ്യണം, ചെയ്യണം, വാങ്ങിക്കണം എന്നുള്ള താല്പര്യം വരും. അങ്ങനെയാണ് നമ്മൾ ഈ ആർട്ട് ഫീൽഡിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ബിസിനസ് എങ്ങനെ സാധ്യത വളർത്താൻ പറ്റുക എന്നുള്ളത്. അതായത് നിങ്ങൾ പറഞ്ഞു വരുന്നത് പ്രാഞ്ചി പരിപാടി അല്ല. അതായത് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് എന്താണോ താല്പര്യം ആ സാധനത്തിനെ കുറിച്ചിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കുക, പേഴ്സണൽ ബ്രാൻഡ് അതിമേൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ അതേപോലത്തെ ആഗ്രഹമുള്ള ആൾക്കാർ നിങ്ങളെ കൂടെ കൂടും. നിങ്ങളെ കൂടെ കൂടുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കഴിവില്ലവർ നിങ്ങൾ അത് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യും, അത് വാങ്ങിച്ച് സപ്പോർട്ട്. ഇതാണ് ബേസിക്കലി നിങ്ങളെ തിയറി. ഓക്കെ, ഇനി പിന്നെ അടുത്തൊരു ഞങ്ങളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നൊന്നും പറയാൻ പറ്റൂല. പിന്നെ AI നിങ്ങളിപ്പോൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആ ഏരിയയിൽ കാണുന്നത്?
സത്യം പറഞ്ഞാൽ ഞാൻ ടെക്നിക്കൽ രീതിയിൽ ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അത് എയുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ബ്രാൻഡിലോട്ട് ഇൻവോൾവ് ആക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക് മെസ്സേജസ് അങ്ങനത്തെ കാര്യങ്ങൾ, DMസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ത്രൂ ഞാൻ ചെയ്യുന്നത്. കറക്റ്റ്. മേ ബി കുറേ അത് വലിയ തന്നെ ബ്രാഞ്ചാണ്, ചാപ്റ്ററാണ്. അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു എങ്ങനെ AI യൂസ് ചെയ്യാം. പക്ഷെ എന്ത് AI വന്നാലും ആ ഒരു തെറാപ്പറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഒരു AIക്കും കൊടുക്കാൻ പറ്റില്ല. അതിന് ഇവിടെ വരിക തന്നെ വേണം. റൈറ്റ്. അത് ഓൺലൈനും കൊണ്ട് കുറവായിരിക്കും. ഓൺലൈൻ നമുക്കൊരു ക്ലാസ് പോലെ ചെയ്യാൻ പറ്റുമെങ്കിലും നമുക്ക് പക്ഷെ ആ ഫീൽ വേണം, പോസിറ്റീവ് ആ ഒരു എനർജി വേണം. ആ ഒരു എനർജി ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നപ്പം തന്നെ ആ ഓറ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ ഒരു എന്താ പറയുക, ആ ഒരു പോസിറ്റീവ് എനർജി. പക്ഷെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് എങ്ങനെ, ഇത് ഇവിടെ വരുമ്പോൾ മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. വെരി നൈസ്, അടിപൊളി. ഇറ്റ് വാസ് എ വെരി ഗുഡ് ലേണിംഗ് സെഷൻ. താങ്ക് യു വെരി മച്ച്. സോ മച്ച്.